السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب يسر ولا تعسر وتمم بالخير. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. റബ്ബി സിദ്നി ഇൽമൻ നാഫിഅ. അൽഹംദുലില്ലാഹ്, നമ്മൾ സൂറ നാസിൻ്റെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടല്ലേ. 3 ആയത്ത് നമ്മൾ അൽഹംദുലില്ലാഹ് കവർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ. സുബ്ഹാനല്ലാഹ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം നമുക്ക് റബ്ബിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ റബ്ബും മലിക്കും ഇലാഹും എന്തുകൊണ്ടാണ് 3 നാമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല ഈ സൂറയിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ പറഞ്ഞത് എന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അൽഹംദുലില്ലാഹ് അവിടെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതോടൊപ്പം തന്നെ ഈ ഒരു സൂറയുടെ അസ്ബാബുൻ നുസൂൽ നമ്മൾ മനസ്സിലാക്കി അല്ലേ. അതേപോലെ നമ്മൾ ഇസ്തിആദയുടെയും ബസ്മലയുടെയും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി, എന്തിനാണ് നമ്മളത് ചൊല്ലുന്നത്, അതുപോലെ തന്നെ എന്താണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അതുപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ മീനിങ് എന്താ നമ്മൾ ചെറുതായിട്ട് മനസ്സിലാക്കി. നമ്മൾ വളരെ വിശദീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അൽഹംദുലില്ലാഹ് കുറച്ചൊക്കെ നമുക്ക് എന്തിനാണ് നമ്മളത് പാരായണം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ നമ്മളെപ്പോഴും ഖുർആൻ നമ്മൾ എടുക്കുമ്പോൾ, ഖുർആൻ പഠനമായിക്കോട്ടെ അല്ലെങ്കിൽ ഖുർആൻ പാരായണത്തിനായിക്കോട്ടെ, നമ്മൾ ഖുർആൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇസ്തിആദയും ബസ്മലയോടും കൂടി തന്നെ ആയിരിക്കണം. പിന്നെ നമ്മൾ അൽഹംദുലില്ലാഹ് 3 ആയത്തുകൾ മനസ്സിലാക്കി. നമുക്കൊന്നും കൂടെ ആയത്തുകൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഖുൽ പറയുക, അഊദു ഞാൻ ശരണം തേടുന്നു, ബി റബ്ബിന്നാസ് മനുഷ്യരുടെ റബ്ബിനോട്. ഇവിടെ രക്ഷിതാവ് എന്ന് പറഞ്ഞ് നമുക്ക് ആ റബ്ബ് എന്നുള്ള വാക്കിനെ ചുരുക്കാൻ പറ്റാത്ത കാരണം കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ആയത്ത് എന്താണ്? മലിക്കിന്നാസ്. മലിക് എന്ന് പറഞ്ഞാൽ രാജാവ്. അപ്പം മനുഷ്യരുടെ രാജാവിനോട് അല്ലെങ്കിൽ മനുഷ്യനെ നിയന്ത്രിക്കുന്ന നിയന്താവിനോട് എന്ന് നമുക്ക് പറയാം. സുബ്ഹാനല്ലാഹ്. മൂന്നാമതായിട്ട് ഏറ്റവും ടോപ്പ് ലെവലില് ഇലാഹിന്നാസ് മനുഷ്യരുടെ ദൈവത്തോട്. അതായത് അള്ളാഹു സുബ്ഹാനഹു തആല മാത്രമാണ് ഇലാഹ്. നമ്മൾ ആ റബ്ബ് മലിക് ഇലാഹ് എന്നുള്ള ആ ഒരു ലെവൽ അപ്പ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. റബ്ബ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പറയുക, നമ്മുടെ ലൈഫിൽ എന്ത് ചെറിയ കാര്യങ്ങളിലേക്കും നമ്മൾ തിരിയേണ്ടത് റബ്ബിലേക്കാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് എന്താണ് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് സൊസൈറ്റിയിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കോർട്ടിലേക്ക് അല്ലെങ്കിൽ നിയമത്തിലേക്ക് പോകും. അതും യഥാർത്ഥത്തിൽ നമുക്ക് ആരാണ് ചെയ്തിരുന്നത്? മലിക് അല്ലേ. മലിക്കായിട്ടുള്ള പറഞ്ഞാൽ രാജാവായിട്ടുള്ള റബ്ബാണ് നമുക്കത് ചെയ്തിരുന്നത്. അതേപോലെ അവർക്ക് ആർക്കും ഇമ്പോസിബിൾ ആയിട്ടുള്ള ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നത് ആരാണ്? നമ്മളുടെ ഇലാഹായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു തആല. അതുകൊണ്ട് ഈ സൂറയിൽ റബ്ബിൻ നാസ്, മലിക്കിൻ നാസ്, ഇലാഹിൻ നാസ്, അവിടെയൊക്കെ നാസ് എന്നുള്ള വാക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ് നിങ്ങളുടെ റബ്ബാണ്, നിങ്ങളുടെ മലിക്കാണ്, നിങ്ങളുടെ ഇലാഹാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ ഇനിയും വീണ്ടും വീണ്ടും നമ്മൾ ഈ സൂറത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഇനിയും ഒരുപാട് പഠിക്കാണ്ടാവും കേട്ടോ. ഈ 3 ആയത്തുകൾ ഇനിയും നമുക്ക് സത്യം പറഞ്ഞാൽ വിശദീകരിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സൂറയുടെ അസ്ബാബുൻ നുസൂലിൽ പറഞ്ഞു എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ കുറേ നമുക്ക് പല ആളുകൾക്കും വരുന്ന സംശയമാണ് അല്ലാഹു സുബ്ഹാനഹു തആല എന്തിനാണ് റസൂലിന് അങ്ങനെ സിഹർ ബാധിപ്പിച്ചത് എന്നൊക്കെ. അപ്പോൾ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ അടിമ മാത്രമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം അത്രയ്ക്കും ഈമാനുള്ള, അതായത് ഏറ്റവും ടോപ്പസ്റ്റ് സ്വർഗത്തിൻ്റെ ഒന്നാമത്തെ അവകാശിയായിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിക്കാം എങ്കിൽ നമുക്കും അത് ബാധിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്താണ്. അങ്ങനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളടുത്ത് ഈ 2 സൂറ, അതായത് മുഅവ്വിദത്തൈൻ 2 പാരായണം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് യഥാർത്ഥത്തിലും ഈ ഒരു ഇൻസിഡൻറ്റ്. അതേപോലെ തന്നെ നമ്മൾക്ക് ഉണ്ടാകും മറ്റൊരു സംശയം, അതൊക്കെ വെറുതെയാണ്, സിഹറൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷേ നമുക്കറിയാം, നമ്മൾ ചെറിയ ചെറിയ ബാക്ടീരിയകളിലും വൈറസുകളിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അല്ലേ. കൊറോണ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കാണാത്ത അത്രയും മൈന്യൂട്ടായിട്ടുള്ള ആ ഒരു
ചെറിയൊരു ഓർഗാൻസാണ് നമ്മളുടെ എല്ലാവരുടെയും ശരീരത്തിൽ കയറിയിട്ട് അത്രയ്ക്കും പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് ആര് ഉദ്ദേശിച്ചുകൊണ്ടാണ്? ബിസ്മില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അള്ളാഹു ഓരോരുത്തർക്കും ഓരോ കഴിവ് നൽകിയിട്ടുണ്ട്. നമ്മൾ മനുഷ്യർക്കും തന്നെ മറ്റ് ജീവജാലങ്ങൾക്കില്ലാത്ത കഴിവുകളുണ്ട് അല്ലേ? നമുക്ക് ഒരുപാട് ചിന്തിക്കാനും അതുപോലെ തന്നെ പല രീതിയിൽ പലതും ബിൽഡ് ചെയ്യാനും ഒക്കെ നമുക്ക് കഴിവുണ്ട്. പക്ഷെ മറ്റു ജീവജാലങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പെർട്ടിക്കുലർ കഴിവ് മാത്രമേ നൽകിയിട്ടുള്ളൂ. മനുഷ്യർക്ക് വെറൈറ്റി ഓഫ് എബിലിറ്റീസ് ആണല്ലേ? നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കഴിവുകളും യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തിനെങ്കിലും ഒരു പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പവറും ആരാണ് നൽകുന്നത്? അതും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് നൽകുന്നത്. അതേപോലെ ഒരു തീ ചൂടാകുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കമാൻഡ് അനുസരിച്ചിട്ടാണ്. നമുക്കറിയാം, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തീയിനോട് തണുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം എല്ലാതും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ആ ഒരു പവറിൽ തന്നെയാണ് ഈ ഭൂമിയിൽ നടന്ന് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആരും എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചിന്തിക്കേണ്ട. റബ്ബ് സുബ്ഹാനഹു തആല അങ്ങനെ ഉദ്ദേശിച്ചത് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എല്ലാം അള്ളാഹുവിൻ്റെ ഹിക്മത്തോടു കൂടി തന്നെയാണ് ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തോടു കൂടി തന്നെയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സമ്മതത്തോടു കൂടിയാണ്, അള്ളാഹുവിൻ്റെ വില്ലോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിൽ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഇനിയും പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഈ സൂറയെ കുറിച്ച് പറയാനുണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഒന്നും കൂടെ നമ്മൾ മുമ്പത്തെ സൂറായിട്ട് ഒന്നും കൂടെ പറയും. മുമ്പത്തെ സൂറത്തിൽ നമ്മൾ സൂറൽ ഫലഖ്, യഥാർത്ഥത്തിൽ സൂറൽ ഫലക്കിൻ്റെ അവസാനത്തെ ആയത്ത് എന്താണ്? വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. സൂറ അൽ ഫലഖ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രൊട്ടക്ഷൻ ഫ്രം ഔട്ട്സൈഡ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായത്. പുറത്തുനിന്നുള്ളൊരു പ്രൊട്ടക്ഷനാണ്. ആൻഡ് സൂറ അൻ നാസോ ഇൻസൈഡ് പ്രൊട്ടക്ഷൻ, നമ്മുടെ ഉള്ളിലുള്ള പ്രൊട്ടക്ഷൻ, നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രൊട്ടക്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുറത്തു നിന്നുള്ള ജലസി എന്ന് പറഞ്ഞാൽ അസൂയ അല്ലേ? ഈ അസൂയപ്പെടുമ്പോൾ അവനിൽ നിന്നുള്ള ഷർറിൽ നിന്നും ഞാൻ നിൻ്റെ അടുത്ത് പ്രൊട്ടക്ഷൻ ചോദിക്കുന്നു എന്നാണ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദിൻ്റെ മീനിങ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ അസൂയുള്ളവൻ? നമുക്കൊക്കെ അറിയാം, നമ്മളുടെ ഇന്നഹുലക്കും അദുവ്വും മുബീൻ എന്ന് പറഞ്ഞിട്ടുള്ള ശൈത്താനാണ്. നമുക്കറിയാം ഈ ഒരു അസൂയയുടെ ഏറ്റവും ഒറിജിൻ അല്ലേ? ഉറവ എന്ന് പറഞ്ഞത് ശൈത്താൻ തന്നെയാണ്. കാരണം ഷെയ്ത്താനെ സെലക്ട് ചെയ്യാണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി ഇസ്ലാമിനെ സെലക്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളൊരു അസൂയ കാരണമാണ് എന്ത്? അത്രയും അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരടിമ ഇത്രയും നിന്ദിക്കപ്പെട്ട അല്ലെങ്കിൽ റജീമായി മാറിയത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട്, നമ്മൾ ഇപ്പോൾ അള്ളാഹുവിനെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ മനസ്സിൽ ഈ ഒരു അസൂയ അല്ലെങ്കിൽ കിബർ ഇതൊക്കെ നമ്മളുടെ ഹൃദയത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ ഉദ്ദേശിച്ചാൽ നമ്മളെപ്പോൾ വേണമെങ്കിലും മാറ്റിമറിക്കാം. അതുകൊണ്ട് നമ്മൾ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്നുള്ള ദുആ എപ്പോഴും പ്രാർത്ഥിക്കണം. കാരണം നമുക്കറിയില്ല എപ്പോഴാണ് നമ്മളുടെ ഹൃദയം അള്ളാഹു മാറ്റിമറിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവേ നിൻ്റെ ദീനിൽ എൻ്റെ ഹൃദയത്തിനെ നീ ഉറപ്പിച്ച് നിർത്തണേ എന്ന്. കാരണം റബ്ബിന് മാത്രമേ അതും സാധിക്കുള്ളൂ, അതിനും അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അപ്പോൾ നമ്മൾ ഈ ഒരു സൂറയിലൂടെ, അതായത് സൂറ അൽ ഫലക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അസൂയപ്പെടുമ്പോൾ അവൻ്റെ ഷർറിൽ നിന്നും എന്ന് പറഞ്ഞു സംരക്ഷണം തേടാൻ പറഞ്ഞു. ഈ സൂറയിൽ ആ അസൂയൻ്റെ മൂലകാരണമായിട്ടുള്ള ആ ഒരു ഷെയ്ത്താൻ മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, അതായത് ഷെയ്ത്താനാണ് നമ്മളുടെ ഹൃദയത്തിൽ ഇങ്ങനത്തെ ഒരു അസൂയയും എല്ലാ തരത്തിലുള്ള വസ്വാസുകളും കൊണ്ടിടുന്നത്. അപ്പോൾ ഈ ഒരു സൂറ മുഴുവനായിട്ടും ആ ഒരു ഷെയ്ത്താനിൽ നിന്നും സംരക്ഷണം തേടാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ ഒരു സ്നേഹം നോക്കാം. അള്ളാഹുവിന് അറിയാം ഷെയ്ത്താൻ നമ്മൾ അറ്റാക്ക് ചെയ്യാന്നുള്ളത്. അപ്പം അറ്റാക്ക് ചെയ്യുന്ന കാര്യങ്ങളും രീതികളും ഒക്കെ അള്ളാഹു നമുക്ക് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു തരാണ്. നിങ്ങൾ ഈ സൂറ റിസൈറ്റ് ആക്കിയാൽ മതി, ഞാൻ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകാം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സൂറ അൽ ഫലഖ് എന്ന് പറഞ്ഞാൽ ഔട്ടർ പ്രൊട്ടക്ഷനാണ്. സൂറ അന്നാസോ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ മാക്സിമം ഈ സൂറകൾ അർത്ഥം മനസ്സിലാക്കിയിട്ട് തന്നെ പാരായണം ചെയ്യാൻ നോക്കുക. കാരണം നമ്മൾ ആക്ഷൻ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ സൂറ യഖീനോട് കൂടി പാരായണം ചെയ്യുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയും വയ്യാത്ത സമയത്ത് വരെ ഈ സൂറത്ത് പ്രൊട്ടക്ഷനായിട്ട് പാരായണം ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മളൊക്കെ എത്ര തവണ ഒരു ദിവസം ശരിക്കും പാരായണം ചെയ്യണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുവിൻ്റെ മുഴുവനായിട്ടുള്ള വലയുണ്ട്. നമുക്ക് ആരാണ് പ്രൊട്ടക്ട് ചെയ്യുക? നമ്മൾ അള്ളാഹു പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ പോലും നമ്മൾക്ക് എന്തായാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ര ഉണ്ടാവില്ല.
എന്നിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറകൾ മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും നമസ്കാര ശേഷം കിടക്കാൻ പോകുമ്പോഴും ഒക്കെ പാരായണം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് എക്സ്ക്യൂസ് ആണല്ലേ അത് ഒഴിവാക്കാനുള്ളത്. അപ്പോൾ നമുക്ക് കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ സൂറ അൽ ഫലക്കിൽ പ്രൊട്ടക്ഷൻ ചോദിച്ചിരുന്നെങ്കിൽ സൂറ അൻ നാസിലോ നമ്മൾക്ക് കൺട്രോൾ, നമ്മുടെ ഹൃദയം നമ്മളുടെ കയ്യിൽ തന്നെ, നമ്മളുടെ കൂടെ തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെ കയറ്റണം, എന്തൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കണം എന്നൊക്കെ നമുക്കറിയാം. അപ്പം നമുക്ക് കൺട്രോളുള്ള കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് ഈ ഒരു സൂറത്തിലൂടെ പ്രൊട്ടക്ഷൻ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഷെയ്ത്താൻ പറയും, അതായത് ഖിയാമത്ത് നാളിലെന്ന് ഷെയ്ത്താൻ പറയും, നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ നിങ്ങളെ തന്നെ പഴിച്ചു വരിക്കോളൂ, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തേണ്ട, അതായത് വലാ തെലൂമൂനി വലൂമു അൻഫുസക്കും എന്ന് ഷെയ്ത്താൻ പറയുന്നുണ്ട്. അതായത് എല്ലാവരും, അതായത് ചീത്ത ആളുകളൊക്കെ പറയും, നീയല്ലേ അങ്ങനെ ഞങ്ങളോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്, അല്ലെങ്കിൽ നീ ആണല്ലോ ഞങ്ങൾ അങ്ങോട്ട് എത്തിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ഷെയ്ത്താൻ പറയും ഫലാ തെലൂമൂനി, നിങ്ങൾ എന്താണ് എന്നെ ബ്ലെയിം ചെയ്യേണ്ട, വലൂമു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കാരണം ഷെയ്ത്താന് ഏറ്റവും വലിയ ശത്രുവാണ്, അതുപോലെ തന്നെ നമ്മളെ ചതിക്കുന്നവനാണ് അല്ലേ. ഖുർആനിൽ ഉടനീളം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളടുത്ത് അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ റബ്ബായിട്ടുള്ള ആ അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് നമ്മൾ തിരിയുക, അള്ളാഹുവിൻ്റെ അബ്ദ് മാത്രമായിട്ട് നമ്മൾ ജീവിക്കുക. എങ്ങാനും ഷെയ്ത്താൻ്റെ അറ്റാക്ക് വന്നാൽ അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് ഈ സൂറകൾ പാരായണം ചെയ്തുകൊണ്ട് പ്രൊട്ടക്ഷൻ എടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഏറ്റവും നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പിന്നെ മറ്റൊരു കാര്യം കൂടെ, സൂറ അൽ ഫലഖിൽ നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് 3 കാര്യങ്ങളിൽ നിന്ന് പ്രൊട്ടക്ഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അതിൽ അള്ളാഹുവിൻ്റെ ഒരു നാമം കൊണ്ട് നമ്മൾ 3 കാര്യങ്ങളിൽ നിന്ന് പ്രൊട്ടക്ഷൻ എടുത്തു. ഈ സൂറയിലോ നമ്മൾ അള്ളാഹുവിൻ്റെ 3 നാമങ്ങൾ കൊണ്ട് ഒരു കാര്യത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ എടുക്കുകയാണ്. അപ്പം മുസ്തആദ് ബിഹി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരിലാണോ പ്രൊട്ടക്ഷൻ എടുക്കുന്നത് ആ ഒരു ശക്തി, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ മുസ്തആദ് ബിഹി എന്ന് പറഞ്ഞത്. വൺ ഹൂ യു ആസ് ഫോർ പ്രൊട്ടക്ഷൻ. അപ്പോൾ നമ്മൾ ഈ സൂറയിൽ എന്താണ്, റബ്ബിൻ നാസിനോട് ചോദിക്കുന്നുണ്ട്, മലിക്കിൻ നാസിനോട് ചോദിക്കുന്നുണ്ട്, ഇലാഹിൻ നാസിനോട് ചോദിക്കുന്നുണ്ട് അല്ലേ. എന്നാൽ മുസ്തആദ് മിൻഹു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിൽ നിന്നാണ് പ്രൊട്ടക്ഷൻ എടുക്കുന്നത്, എന്തിൽ നിന്നാണ് നമ്മൾ ദൂരെ പോകാൻ ആഗ്രഹിക്കുന്നത്, അതാണ് 6 കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ സൂറത്തിൽ എന്തിൽ നിന്നാണ് പ്രൊട്ടക്ഷൻ ചോദിക്കുന്നത്, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനി നമ്മളുടെ നെക്സ്റ്റ് ഒരു പാർട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ റബ്ബിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. റബ്ബ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു പോയിന്റും കൂടെ പറയാനുണ്ട്. നമ്മൾക്കറിയാം ഷെയ്ത്താൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ നമ്മൾക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഒരു വ്യക്തിയുടെ ലഅനഹുല്ലാ, അതായത് ഫിർഔന്റെ ശരീരം അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ദൃഷ്ടാന്തമായിട്ട്, അല്ലെങ്കിൽ നമുക്കൊക്കെ ഒരു താക്കീതായിട്ട് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ആ ഒരു ഫിർഔന് എന്തെല്ലാം വാക്കുകളാണ് സ്വന്തത്തിനെ കുറിച്ചിട്ട് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് ഫിർഔന് പറയുന്നുണ്ട്, അന റബ്ബുക്ക്, ഞാനാണ് റബ്ബ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അള്ളാഹു ആരാണെന്ന് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ അത്രയും അറഗൻ്റ് ആയിട്ടുള്ള, അത്രയും അഹങ്കാരിയായിട്ടുള്ള ഫിർഔനും പറയുന്നുണ്ട് ലഅനഹുല്ലാഹ്. അപ്പോൾ ഒന്നായിട്ട് ആദ്യമായിട്ട് പറഞ്ഞത് അന റബ്ബുക്ക് എന്ന് പറഞ്ഞ്, ഞാനാണ് നിൻ്റെ റബ്ബ് എന്ന് പറയുന്നുണ്ട് ഫിർഔൻ. അതേപോലെ തന്നെ പിന്നെയും അടുത്ത ഷിർക്കായിട്ട് പറയുന്നുണ്ട്, അലൈസലി മുൽക്കു മിസ്ർ, എനിക്കല്ലേ ഈ മിസ്രിൻ്റെ ഫുൾ അധികാരം. അവിടെ മലിക്ക് എന്നുള്ള, അല്ലെങ്കിൽ രാജാവ് എന്നുള്ള ആ ഒരു പവർ ഈ ഒരു ഫിർഔൻ പറയുന്നുണ്ട്, എനിക്കാണ് ഈ മുഴുവനും, അതായത് ഈ താഴ്ഭാഗത്ത് കൂടെ ഒഴുകുന്ന ഈ പുഴയും ഒക്കെ എൻ്റേതാണ് എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് ബോസ്റ്റ് ചെയ്യാന്ന് പറയാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അല്ലെങ്കിൽ അഹംഭാവം കാണിക്കുക എന്നൊക്കെ പറയും. അതും ഈ ഒരു ഫിർഔൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവസാനമായിട്ട് ഇലാഹ് എന്നുള്ള വാക്കിൽ വരെ ഈ ഫിർഔൻ എത്തിയിട്ടുണ്ട്. മാലക്കും മിൻ ഇലാഹിൻ ഗൈരി, അതായത് മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, അതായത് ഞാനല്ലാതെ വേറൊരു ഇലാഹ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ, അല്ലെങ്കിൽ ഞാനല്ലയോ നിങ്ങളുടെ ഇലാഹ് എന്നുള്ള രീതിയിലും ഫിർഔന് പറയുന്നുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മആദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കട്ടെ. ഒരിക്കലും അങ്ങനത്തെ അഹങ്കാരമുള്ള ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ആരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ. ആമീൻ.
അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു ഫിറോവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഫിറോന് ഭയങ്കര ദുഷ്ടനാണല്ലേ, എന്താണ് അത്രയ്ക്ക് അഹങ്കാരം, ഇലാഹ് വരെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും ഇവിടെ നമ്മൾ നമ്മളുടെ ലൈഫിലേക്ക് ലെസൺസ് എടുക്കണം. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും നമ്മളുടെ ലൈഫിലേക്ക് ലെസൺസ് എടുക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, ഇവിടെ ഷെയ്ത്താൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയായിരുന്നു യഥാർത്ഥത്തിൽ ഫിറോൻ അത്രയും ഷെയ്ത്താനിൽ നിന്നും വസ്വാസ് സ്വീകരിച്ചത് കൊണ്ടാണ്, അത്രയും ആ ടെംപ്ടേഷൻസ് ഒക്കെ സ്വീകരിച്ചിട്ട് ഞാനാണ് റബ്ബ്, ഞാനാണ് മലിക്ക്, ഞാനാണ് ഇലാഹ് എന്ന് വരെ പറയാനുള്ള അത്രയ്ക്കും ഷെയ്ത്താന് വേണ്ടിയിട്ട് ഹൃദയം തുറന്നിട്ടവനായിരുന്നു ഫിറോൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ഹൃദയം ഇങ്ങനെ നമ്മൾ പൂട്ടിയിടാണ്ട്, അല്ലെങ്കിൽ നമ്മൾ അത് അള്ളാഹുവിൻ്റെ ഈമാൻ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാതിരുന്നാൽ, ഹൃദയം നമ്മൾ എന്തിനു വേണ്ടിയും തുറന്നിട്ടാൽ എന്താ ഉണ്ടാവുക, ഷെയ്ത്താനെ നമ്മളുടെ ഉള്ളിലേക്ക് പതിയെ കയറി നമ്മൾക്ക് തെറ്റും ശരിയും മനസ്സിലാക്കാത്ത രീതിയിലാക്കും. അവസാനം ശരിയേക്കാൾ കൂടുതൽ തെറ്റാണ് നല്ലത് എന്ന രീതിയിൽ വരെ ഷെയ്ത്താൻ നമ്മുടെ ഹൃദയത്തെ പറഞ്ഞ് പഠിപ്പിക്കും. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പ്രൊട്ടക്ഷൻ ഈ ഒരു കാര്യത്തിൽ നിന്നും എടുക്കേണ്ടതുണ്ട്. കാരണം നമ്മൾക്കൊക്കെ അറിയാം, ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ റബ്ബാണ് അല്ലെങ്കിൽ നമ്മൾ മലിക്കാണ് ഇലാഹാണ് എന്നൊന്നും പറയുന്നുണ്ടാവില്ല. പക്ഷേ നമ്മളെ സ്വന്തത്തിനെ തന്നെ ഇലാഹാക്കുന്ന ഒരവസ്ഥയുണ്ട്. അതായത് ഇത്തഖദ ഇലാഹു ഹവ, അതായത് നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഇച്ഛകളെ നമ്മൾ ഇലാഹാക്കുന്നവരെ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയാണ്, ഇച്ഛകളെ ഇലാഹാക്കുന്നവരെ, അവരവരുടെ ഇലാഹാക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, കാത്തുരക്ഷിക്കട്ടെ അല്ലാഹു അല്ലേ. കാരണം നമ്മളിങ്ങനെ നമ്മൾ ഇച്ഛയെ ഇലാഹാക്കുക, അതായത് നമ്മളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ എൻ്റെ കാര്യം ഞാനാണ് തീരുമാനിക്കുക, അല്ലെങ്കിൽ ഐ ആം ദ കിങ് ഓഫ് മൈ സെൽഫ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫാണ്, ഞാനത് എനിക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കും എന്നൊക്കെ നമ്മൾ പല ആളുകളും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഓൺ മാസ്റ്ററാണ്, എന്നെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല, ആരും വരാൻ പാടില്ല എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ചെറുതായിട്ട് നമ്മളൊരു ഫിറോനാക്കി മാറ്റുകയാണ്. കാരണം ഫിറോൻ ആരും ഇബാദത്ത് ചെയ്യണം എന്ന് ഫിറോൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഫിറോൻ പറഞ്ഞിട്ടുള്ളത്, ഫിറോനെ അനുസരിക്കണം എന്ന് ഫിറോൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഹവ എന്ന് പറഞ്ഞാൽ ശൂന്യമായിട്ടുള്ളത് എന്നാണ് യഥാർത്ഥത്തിൽ. നമ്മളുടെ ആഗ്രഹങ്ങളെ നമ്മൾ അനുസരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ അടിമയായിട്ട് മാറുകയാണ്, നമ്മളുടെ ഇഷ്ടങ്ങളുടെ അടിമയായിട്ട് മാറുകയാണ്. യഥാർത്ഥത്തിൽ അത് നമുക്ക് വിഷമങ്ങൾ മാത്രമേ കൊണ്ടുവരുള്ളൂ. നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട് അല്ലേ, റബ്ബിനെ നമ്മൾ റബ്ബിൻ്റെ അടിമയായിട്ട് നിന്നാൽ മാത്രം നമുക്ക് സന്തോഷം കിട്ടുള്ളൂ. ബാക്കി ഏതൊരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ അടിമയായാലും നമുക്കത് വിഷമം മാത്രമേ കൊണ്ടുവരുള്ളൂ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്താ വേണ്ടത്, അള്ളാഹുവിൻ്റെ പ്രൊട്ടക്ഷൻ വേണം. അപ്പോൾ ഈ ഒരു സൂറ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ അടിയറവ് വെക്കണം അള്ളാഹുവിനോട്, അള്ളാഹുവേ ഞാൻ കംപ്ലീറ്റ്ലി വീക്കാണ്, ഞാൻ നിൻ്റെ അടുത്ത് അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ ബിറബ്ബിൻ നാസ് ഒക്കെ അള്ളാഹുലേക്ക് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ ആ ഒരു ഈഗോ കൺസെപ്റ്റ് നമ്മൾ ക്രഷ് ചെയ്ത് കളയാണ്. ഞാൻ നിന്നിലേക്ക് ഇതാ റബ്ബേ അടിമയായിക്കൊണ്ട്, അല്ലെങ്കിൽ നിന്നിലേക്ക് ഞാനിതാ അനുസരണയോട് കൂടി വരുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഒരു സൂറ പാരായണം ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചിന്തിച്ച് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. ആമീൻ. നമുക്കറിയാം ഇബ്ലീസ്, ഷെയ്ത്താൻ അള്ളാഹു ഏകനാണെന്ന് ഷെയ്ത്താന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഷെയ്ത്താൻ അക്നോളജ് ചെയ്തിട്ടുണ്ട്, അള്ളാഹു ഒന്നാണ്, തൗഹീദാണ്. പക്ഷെ അള്ളാഹുവിനോട് തന്നെ പറഞ്ഞത്, എനിക്ക് പറയല അവസാനം വരെ ആളുകളെ വഴിതെറ്റിക്കാനുള്ള ഒരു ഇത് തരണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഷെയ്ത്താൻ നമ്മുടെ അടുത്ത് എന്താ ചെയ്യുന്നത്, ഈ തൗഹീദ് നമ്മളെ മറപ്പിക്കണം. നമ്മളെ എന്നേക്ക് മറപ്പിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ നമ്മളെ കുറച്ച് സമയങ്ങളിലേക്ക് നമ്മളെ മറപ്പിക്കുന്നുണ്ട് തൗഹീദിലെ. ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ നമ്മളെ ഷെയ്ത്താൻ എന്താണ് ചെയ്യുന്നത്, നമ്മളെ മറപ്പിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വീക്കെൻഡ് എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ ഷെയ്ത്താൻ അവിടെ നമ്മളെ മറപ്പിക്കുകയാണ്. അള്ളാഹു ഉണ്ട്, അല്ലെങ്കിൽ അള്ളാഹു ഏകനാണ്, അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഈവൻ നമ്മൾ ഫോൺ നോക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പ്രത്യേകിച്ച് യൂട്യൂബ് ഷോർട്സ് നമ്മളെല്ലാവരെയും അങ്ങേയറ്റം സമയം കളയിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയാം. കാരണം ഷെയ്ത്താൻ നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ആ ഒരു കവചം
ധരിക്കണം അല്ലേ. കാരണം ആ ഒരു കുറച്ച് സമയത്തേക്ക് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹുവിനെ മറക്കാണ്. നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാണ്ടാകും, എന്നാലും നമ്മൾ എന്താക്കും, ഓക്കെ ഇത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കൂടെ കഴിഞ്ഞിട്ടോ ഇത് രസമുണ്ടല്ലോ, അങ്ങനെ നമ്മളെ ഷെയ്ത്താൻ എന്താക്കാണ്, ടെംപ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ആ ഒരു വലയത്തിൽ വീഴാതെ നമ്മൾ തന്നെ കാത്തുരക്ഷിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം നാസ് എന്നുള്ള വാക്കിന് നിസിയാൻ നമുക്കറിയാം അല്ലെങ്കിൽ ഫോർഗെറ്റ്ഫുൾ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അടുത്ത് ഇവിടെയും വാക്ക് ഉപയോഗിച്ചിട്ടുള്ള എന്താണ്, നാസ് എന്നാണ്. നാസും നിസിയാനും ഏകദേശം കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്, നമ്മൾ ഈ മറന്നു പോകുന്ന ആളുകളുടെ റബ്ബാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തണം. അപ്പോൾ നമ്മൾ എന്താകണം, അള്ളാഹുവിനെ നിരന്തരം ഓർക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതേപോലെ തന്നെ നമുക്കറിയാം അള്ളാഹു റബ്ബ് എന്നുള്ള വാക്കാണ് നമ്മുടെ അടുത്ത് ഏറ്റവും ആദ്യമായിട്ട് അള്ളാഹു ഒരു പ്രോമിസ് എടുത്തിട്ടുണ്ടായിരുന്നു. അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ്, ഖാലു ബല ഷഹിദന. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പറഞ്ഞു, ബല തീർച്ചയായിട്ടും, ഷഹിദന ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉടനീളം നമ്മുടെ ലൈഫിൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ, ആമീൻ. അപ്പോൾ അവിടെ എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അടുത്ത് റബ്ബ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ് കേട്ടോ റബ്ബ്. അപ്പോൾ ഷെയ്ത്താൻക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ആകൊരു കഴിവെന്താണ്, ആളുകളെ മറപ്പിക്കുക എന്നുള്ളതാണ്. അള്ളാഹുനെ മറപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ മറന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് ആക്കുക എന്നുള്ളതാണ് ഷെയ്ത്താന് കിട്ടിയിട്ടുള്ള ആകെയുള്ള കഴിവ്. പക്ഷെ എന്താണ്, നമ്മൾക്ക് എപ്പോഴാണ് എന്താണ് പറയുക, ഷെയ്ത്താൻ നമ്മളിൽ നിന്ന് പോകുക, വിക്റുള്ള നമ്മൾ അള്ളാഹിനെ കുറിച്ച് ഓർക്കുമ്പോഴേക്കും ഷെയ്ത്താൻ അവിടുന്ന് പോകും. ഷെയ്ത്താൻ ആളുകളെ പിടിക്കുന്നത് എപ്പോഴാണ്, ഷെയ്ത്താന് അള്ളാഹുവിനെ മറപ്പിച്ചിട്ടാണ് നമ്മളെ പിടിക്കുന്നത്. അപ്പം നമ്മൾ നിരന്തരം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകുക. കാരണം നമ്മളെ ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ എന്താ പറയുക, ഹൃദയം ഓപ്പണാണ്. ഹൃദയം മീൻസ് നമ്മളുടെ നെഞ്ചകം ഓപ്പണാണ്. ഷെയ്ത്താൻ എപ്പോഴാണെങ്കിലും കയറാം. പക്ഷെ നമ്മളുടെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിലേക്ക് ഖുർആൻ്റെ വെളിച്ചം കയറ്റുമ്പോൾ യഥാർത്ഥത്തിൽ ഷെയ്ത്താനുള്ളിലേക്ക് കയറാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഖുർആൻ്റെ വെളിച്ചം കയറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണ്, ഷെയ്ത്താൻ മെല്ലെ മെല്ലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് നിരന്തരം ദുആ ചെയ്യുക, റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ഷയാത്തീൻ. കാരണം ഷെയ്ത്താൻ്റെ ടച്ച് നമുക്കറിയില്ല, എങ്ങനെയൊക്കെ ഷെയ്ത്താൻ നമ്മളെ വന്നിട്ട് അറ്റാക്ക് ചെയ്യുക. നമ്മളുടെ ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻറ്റ് വീക്ക് പോയിൻ്റ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നീ ഭയങ്കര സംഭവമാണ് എന്നൊന്ന് പറയും ഷെയ്ത്താൻ അല്ലേ. അല്ലെങ്കിൽ നമ്മൾ തെറ്റുകൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലോ നീ ഒരുപാട് തെറ്റ് ചെയ്തവളാണ്, അല്ലെങ്കിൽ അള്ളാഹു നിനക്ക് പുറത്ത് തരുന്നുണ്ടാവില്ല എന്നും പറയും. അങ്ങനെ നമ്മളുടെ വീക്ക് പോയിന്റ് അല്ലെങ്കിൽ നമ്മൾ എന്താണ്, നമുക്ക് എവിടെയാണോ വീഴാൻ പറ്റുക അവിടെ വന്നിട്ടാണ് ഷെയ്ത്താൻ പിടിക്കുക. അപ്പോൾ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ നമ്മളുടെ മുകളിലൂടെ വരും, നമ്മുടെ മുന്നിലൂടെ വരും, പിന്നിലൂടെ വരും, താഴെ ഭാഗത്തുകൂടെയൊക്കെ വരും. അപ്പം നമ്മൾ മാക്സിമം പ്രൊട്ടക്ഷൻ എടുക്കുക, നമുക്ക് വേറൊരു വഴിയില്ല. അപ്പം അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, നമ്മൾ മറക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാകാതിരിക്കുക. അള്ളാഹുവിൻ്റെ ദുആ ചെയ്യുക, അല്ലാഹുമ്മ ഇന്ന അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അതായത് അള്ളാഹുവിൻ്റെ അടുത്ത് അള്ളാഹുവിനെ ഏറ്റവും നന്നായിട്ട് ഓർക്കാൻ അള്ളാഹുവെ നീ സഹായിക്കണമേ എന്നാണ് നമ്മൾ ഈ ഒരു പ്രാർത്ഥനയിലൂടെ പറയുന്നത്. എല്ലാ നമസ്കാര ശേഷം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു ദുആ കൂടെയാണ് അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക എന്ന് പറയുന്നത്. കാരണം അള്ളാഹുനെ മാത്രമേ നമ്മളെ സഹായിക്കാൻ പറ്റുള്ളൂ, അള്ളാഹുനെ ഓർക്കാൻ അല്ലേ. അള്ളാഹുവിൽ നന്ദി കാണിക്കാനും ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാനും അള്ളാഹു എന്നെ സഹായിക്കണം. അതാണ് അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ലെസൺ എന്താണ്, നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാവുക എന്നുള്ളതാണ്. നമുക്കറിയാം പ്രത്യേകിച്ചും ദുൽഹിജ്ജ ദിവസങ്ങളൊക്കെ അൽഹംദുലില്ലാ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസങ്ങളിലൂടെ പോകാൻ അനുമതി തന്നു, അൽഹംദുലില്ലാ. അപ്പം നമ്മൾ എന്താണ് കൂടുതലായിട്ടും അള്ളാഹുവിനെ ഓർക്കുക, ഫദ്കുറുല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്തിലെ. കൂടുതലായിട്ട് കെഫീറനായിട്ട് അല്ലെങ്കിൽ ഒരുപാട് അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്, ഷെയ്ത്താൻ്റെ ഈ ഒരു അറ്റാക്ക് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളെപ്പോഴും ഈ ഒരു കൂട്ടത്തിലാകാൻ വേണ്ടിയിട്ട്, അതായത് അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാകാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ നിരന്തരം ദുആ ചെയ്യുക. കാരണം അത് മാത്രമാണ് നമുക്ക് ഷെയ്ത്താനിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ. അള്ളാഹുവിനെ ഓർക്കുമ്പോൾ എന്താകും, ഷെയ്ത്താന് അവിടുന്ന് ഓടിപ്പോകും. അതുകൊണ്ടാണ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പറഞ്ഞത് എന്താണ്, ഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹ്.
നമസ്കരിക്കും നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറഞ്ഞിട്ട് വേണം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാൻ. അപ്പോൾ എവിടെ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നു അവിടേക്ക് ഫസ്റ്റ് നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് ശൈത്താനിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ എടുക്കണം. അതുപോലെ തന്നെ സൂറൽ കഹഫിലുള്ളൊരു മൂസ അലൈഹി സ്വലാം ഹിദർ അലൈഹി സ്വലാമിനെ കാണാൻ പോകുന്നൊരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ യൂഷാ ഇബ്നു നൂൻ, അതായത് മൂസ അലൈഹി സ്വലാമിൻ്റെ കൂടെ ഒരു സെർവൻ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് മൂസ അലൈഹി സ്വലാം അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം എടുക്കാൻ പറയുമ്പോൾ എന്താ പറഞ്ഞത്? വമാസാനിഹു ഇല്ല ഷൈത്താൻ, അതായത് എന്നെ ഇത് മറപ്പിച്ചത്, അതായത് അവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവം മറപ്പിച്ചത്, നിങ്ങളടുത്ത് പറയാൻ മറപ്പിച്ചത് ഷെയ്ത്താൻ അല്ലാതെ മറ്റാരും അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം എന്താണ്, ഷെയ്ത്താനിൽ നമ്മൾ പ്രൊട്ടക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള റിമംബറൻസ് ഉണ്ടാക്കണം. അതായത് അള്ളാഹു നമ്മൾ മറന്നാലോ ഷെയ്ത്താൻ നമ്മളുടെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു വേക്കൻ്റ് ആയിട്ടുള്ള ഹൃദയത്തിനുള്ളിലേക്ക് കയറും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മുസ്തആദ് മിൻഹും. ഇത്രയും നേരം ഈ മൂന്നും എന്താണ്? മുസ്തആദ് ബിഹിയാണ്. നമ്മൾ എന്തിലാണ് പ്രൊട്ടക്ഷൻ എടുക്കുന്ന ആ 3 കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി എന്തിൽ നിന്നാണ് നമ്മൾ പ്രൊട്ടക്ഷൻ എടുക്കുന്നത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. മിൻ ഷർ, മിൻ എന്ന് പറഞ്ഞാൽ ഫ്രം അല്ലെങ്കിൽ നിന്ന്, ഷർ എന്ന് പറഞ്ഞാലോ കെടുതിയിൽ, അൽ വസ്വാസ് ദുർബോധനം നടത്തി, അൽ ഖന്നാസ് പിന്മാറി കളയുന്നവരെ കൊണ്ടുള്ള, അതാണ് ഡയറക്റ്റ് മീനിങ്. അതായത് പിന്മാറി കളയുന്നവനാണ് ഖന്നാസ്. വസ്വാസ് എന്ന് പറഞ്ഞാൽ ദുർബോധനം നടത്തുന്നവൻ എന്നുള്ള അർത്ഥമാണ്. അതുപോലെ ഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം തിന്മ അല്ലെങ്കിൽ കെടുതി എന്നൊക്കെ പറയാം. ഇനി ഒരുപാട് കാര്യം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കേട്ടോ. അതായത് ഷെയ്ത്താൻ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഷെയ്ത്താൻ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് വരാനുള്ള എല്ലാ പ്ലാൻസും നോക്കും. അതായത് ഷെയ്ത്താൻ ഒരിക്കലും റെസ്റ്റ് എടുക്കുകയില്ല. നമ്മൾ മനുഷ്യർ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്കൊരു റെസ്റ്റൊക്കെ വേണം അല്ലേ? നിസ്കരിച്ച് കഴിഞ്ഞാൽ റെസ്റ്റ്, അല്ലെങ്കിൽ നമുക്കറിയാം നോമ്പെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് മഗ്‌രിബ് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ്, നമുക്കൊരു റെസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ ഷെയ്ത്താൻ എന്ത് ചെയ്യാം? ഷെയ്ത്താൻ നമ്മൾ ഹൃദയത്തിലേക്ക് കയറാനുള്ള എല്ലാ വഴികളും, എല്ലാ മനുഷ്യരുടെയും നോക്കാം, നമ്മൾ ഒരൊറ്റ വ്യക്തിയാണ്, പക്ഷേ ഷെയ്ത്താൻ എല്ലാ വ്യക്തികളെയും തെറ്റിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം നിർത്താതെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്, നമ്മളുടെ ഹൃദയത്തിന് മുകളിൽ ഇരുന്നിട്ട് ഷെയ്ത്താൻ ഇങ്ങനെ പ്ലാൻ ചെയ്യും. എപ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ മറക്കുന്നത്, അപ്പം എന്താണ് നമ്മൾക്ക് വസ്വാസ് ഇട്ടുതരാൻ. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ വസ്വാസ് ഇട്ടുന്നിട്ട് പിന്നെ അവിടുന്ന് മറിഞ്ഞു പോകും. അതാണ് പിന്മാറിക്കളയുക എന്ന് പറഞ്ഞത്, ഖന്നാസ് എന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഷെയ്ത്താൻ ഒരു ബ്രേക്കോ അല്ലെങ്കിൽ എന്താ പറയുക, ഷെയ്ത്താൻ സത്യം പറഞ്ഞാൽ ഷെയ്ത്താൻ്റെ വർക്കിൽ അത്രയ്ക്കും സിൻസിയറാണ്, അത്രയ്ക്കും ഹാർഡ് വർക്കിംഗ് ആണ് യഥാർത്ഥത്തിൽ. നമ്മളൊക്കെ വഴിതെറ്റിക്കണം എന്നുള്ള ആ ഒരു കാര്യത്തിൽ ഷെയ്ത്താൻ അത്രയ്ക്കും അത്രയ്ക്കും സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ അത്രയും ഇഖ്ലാസും അത്രയും സിൻസിയറിറ്റി നൽകട്ടെ. ആമീൻ. അപ്പോൾ നമുക്കറിയാം അള്ളാഹു എല്ലാ മനുഷ്യർക്കും ഒരു ഷെയ്ത്താൻ, അതായത് എല്ലാവരുടെയും കൂടെ ഒരു ഷെയ്ത്താൻ്റെ സത്യം പറഞ്ഞാൽ നമ്മൾക്കിങ്ങനെ ബാഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരീം എന്നാണ് പറയുന്നത്. കരീം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തുള്ളവൻ എന്നുള്ള അർത്ഥമൊക്കെയാണ് വരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ജിന്നിനെ അല്ലാഹു സുബ്ഹാനഹു തആല മുസ്ലിം ആക്കിയിട്ടുണ്ട്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നല്ല കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. പക്ഷെ നമ്മളുടെ അങ്ങനെയല്ല. നമ്മുടെ അടുത്ത് ഈവൻ ഇപ്പോഴും നമ്മൾ ഈ ക്ലാസ് കേൾക്കുമ്പോഴൊക്കെ ഷെയ്ത്താൻ നമ്മളെ അടുത്ത് ഈ ഒരു ദുർബോധനം നടത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അള്ളാഹിൻ്റെ അടുത്ത് നമ്മൾ ആത്മാർത്ഥമായിട്ട് കാത്തോളം പ്രാർത്ഥിക്കാം. കാരണം അള്ളാഹുവിനല്ലാതെ ഈ ഷെയ്ത്താൻ്റെ ഷർറിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കാൻ സാധിക്കില്ല. ഒരിക്കലൊരു ചെറിയൊരു സംഭവം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെ തന്നെ സഫിയ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ, അവരൊരുമിച്ച് അതായത് രാത്രി, അതായത് ഇരുട്ടുള്ള സമയത്ത് നടക്കുകയായിരുന്നു. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ സഹാബാക്കൾ പോകുന്നത് കണ്ടു. അതായത് 2 ആളുകൾ പോകുന്നത് കണ്ടു. അപ്പോൾ അവരെ നിർത്തിയിട്ട് പറഞ്ഞു, ഇത് സഫിയയാണ് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവർ ഷോക്കായി. യാ റസൂലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, എന്തിനാണ് നിങ്ങൾ ഞങ്ങളടുത്ത് പറയേണ്ട കാര്യം എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഷെയ്ത്താന് എപ്പോഴാണ് വസ്വാസ് നിങ്ങളുടെ ഹൃദയത്തിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എപ്പോഴാണ് ഷെയ്ത്താന് തിന്മ ഇട്ട് കൊടുക്കുക എന്നറിയില്ല. കാരണം
നരമ്പുകളിൽ രക്തം ഓടുന്നത് പോലെ ഷെയ്ത്താനും നമ്മളിലൂടെ ഓടുന്നുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ സഹാബികളോട് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആലോചിച്ചൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്രയ്ക്കും കോൺഷ്യസ് ആണ്, അത്രയ്ക്കും കോൺഷ്യസ് ആയിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ കാര്യങ്ങളും ഇതാക്കുന്നത്. കാരണം അദ്ദേഹം ഏറ്റവും അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത അടിമയാണ്, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു വേറെ ഒരു സ്ത്രീനെ കൂടെയും പോയില്ല എന്ന് 100% എല്ലാവർക്കും ഉറപ്പാണ്. എന്നാലും അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനേക്കാൾ ഉറപ്പാണ്. എന്നാലും മറ്റുള്ളവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തെറ്റിദ്ധരിക്കേണ്ട. കാരണം തെറ്റിദ്ധാരണകൾ കൊണ്ടിടുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു ഷെയ്ത്താനാണ് എന്നത് കാരണമാണ് എന്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയ്ക്കും കോൺഷ്യസ് ആയിട്ട് അവിടെ പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ പ്രത്യേകിച്ചും ഷെയ്ത്താൻ്റെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഷെയ്ത്താൻ കൂടുതലായിട്ടും നമ്മൾക്ക് വസ്വാസ് ഉണ്ടായി തരുന്നത് യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിലാണ്. കാരണം റസൂൽ എന്ന് പറഞ്ഞാൽ സാധാ ഒരു മനുഷ്യനാണ് അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനെ ചൂസ് ചെയ്തു എന്നുള്ളത് ഷെയ്ത്താന് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. ഷെയ്ത്താൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചപ്പോൾ തന്നെ ഷെയ്ത്താൻ ഇഷ്ടമുണ്ടായിട്ടില്ല അല്ലേ. ഷെയ്ത്താൻ കരഞ്ഞിട്ടുണ്ട് എന്ന് വരെ കേട്ടിട്ടുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ ഈ ഒരു കാര്യം മനുഷ്യരിലും ഷെയ്ത്താൻ ഇടും. അതായത് എന്തിനാണ് സാധാ ഒരു മനുഷ്യനെ ഫോളോ ചെയ്യുന്നത് എന്ന് ഖുറൈശികളും അതുപോലെ തന്നെ മറ്റാളുകളൊക്കെ പറഞ്ഞിട്ടില്ലേ. കാരണം എന്താണ്, മനുഷ്യർക്ക് ഒരു എന്താ പറയുക, അവരുടെ മുകളിലൊരു ബോസ് അല്ലെങ്കിൽ ഒരു അതോറിറ്റി ഉണ്ടാകുന്നത് ഭയങ്കര ദേഷ്യമാണ് അല്ലേ. ഷെയ്ത്താന് മനുഷ്യരുടെ മനസ്സിൽ അങ്ങനെ പറയണം. കാരണം നിങ്ങളെപ്പോലെ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നുണ്ട്, നിങ്ങളെപ്പോലെ സൂക്കിൽ പോകുന്നുണ്ട്, നിങ്ങളെപ്പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എന്താണ് ഇത്ര വ്യത്യാസം, നിങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള രീതിയിലൊക്കെ പല രീതിയിലുള്ള ദുർബോധനം ഷെയ്ത്താൻ എന്താക്കും, മനസ്സിലിട്ട് കൊടുക്കും. യഥാർത്ഥത്തിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യാൻ. കാരണം നമുക്ക് ഒരുപാട് പുസ്തകങ്ങളുണ്ട് അല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് ബുഖാരി ആയാലും മുസ്ലിം ആയാലും മറ്റ് ജീവചരിത്രം ആയാലൊക്കെ നമുക്കതൊരു ചരിത്രം പോലെ മനസ്സിലാക്കിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യാൻ പറ്റും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബെസ്റ്റ് ഫ്രണ്ടാണ്. ആ ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞത് മാത്രമാണ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ. അദ്ദേഹം പറഞ്ഞത് മാത്രമേ ഇനി മുതൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേൾക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, ചിലപ്പോൾ അവിടെ എന്താണ് ഒരു ജലസി അല്ലെങ്കിൽ ഒരു അസൂയ, ഈഗോ വർക്കൗട്ട് ആവും അല്ലേ. അതുപോലെ തന്നെ ഇനി മുതൽ ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മളെന്താണ് നോർമലി നമ്മൾ ഫ്രണ്ട്സിനെ വിളിക്കുന്നത് അങ്ങനെ വിളിക്കാൻ പാടില്ല. യാ റസൂൽ അള്ളാഹ് എന്ന് പറയണം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ അവരുടെ ഈമാൻ്റെ ഒരു സ്ട്രെങ്ത് എത്രയാണ്. അതുപോലെ തന്നെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ, അവരുടെ ഹസ്ബൻഡാണ് യഥാർത്ഥ പ്രൊഫസർ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അവർ ഹദീസ് ഇപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് നിന്നൊക്കെ ഹദീസ് നറേറ്റ് ചെയ്യുമ്പോൾ അവർ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ ഖാല സൗജി, എൻ്റെ ഭർത്താവ് പറഞ്ഞു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഖാല അബി എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖാല സ്വദീഖി എന്ന് പറഞ്ഞിട്ടില്ല. അവിടെയൊക്കെ അവർ ഉപയോഗിക്കുന്ന വാക്ക് എന്തായിരുന്നു, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഷെയ്ത്താൻ്റെ ഏറ്റവും വലിയ അറ്റാക്ക് എന്താണ്, നമ്മളുടെ മനസ്സിൽ അള്ളാഹുവിനേക്കാളും കൂടുതൽ സത്യം പറഞ്ഞാൽ വസ്വാസ് ഇട്ട് തരുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ചിട്ടാണ്. ഇത് സുന്നത്തല്ല, അത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ മനസ്സിൽ കൊണ്ടുവന്നിടാറുണ്ട് അല്ലേ. നമുക്ക് തന്നെ ചില സമയത്ത് സുന്നത്തായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ, കുറ്റം കിട്ടൂലല്ലോ എന്നും നമ്മൾ ചിന്തിക്കാറുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചാണ് ചിന്തിക്കേണ്ടത്. ഇതും കൂടെ ചെയ്താൽ എൻ്റെ ബാക്കി തിന്മകളും കൂടെ ഒന്ന് കുറഞ്ഞു കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ മാക്സിമം സുന്നത്തുകൾ ഫോളോ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറഞ്ഞാൽ നമ്മൾ മുഴുവനും ഈമാൻ പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി വേർഡ് ടു വേർഡ് മീനിങ് ചെറുതായിട്ട് മനസ്സിലാക്കാം. മീനിങ് ഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തിന്മ അല്ലെങ്കിൽ കെടുതി. യഥാർത്ഥത്തിൽ ഇവിടെ ഷർ എന്നുള്ളത് ഷറാർ അല്ലെങ്കിൽ ഷുറൂർ എന്നുള്ളത് ഷീൻ റാ എന്നുള്ള വാക്കാണ് വരുന്നത്. ഷറാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തീയിൽ നിന്ന് ചിലപ്പം സ്പാർക്സ് തെറിച്ചിട്ട് നമ്മളുടെ കയ്യിലൊക്കെ വന്ന് തട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഭയങ്കര ഒരു പെയിൻ വരൂലേ, അതുപോലത്തെ പെയിൻഫുൾ ഹാം, അതായത് ഭയങ്കര വേദനയുള്ള രീതിയിലുള്ള ഒരു തിന്മ എന്നുള്ളതാണ് മീനിങ്. ഹാംഫുൾ ആയിട്ടുള്ളൊരു ഈവിൾ അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ളൊരു ഹാം എന്നൊക്കെ നമുക്ക് പറയാം. അതാണ് ഈ ഒരു ഷർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. നമ്മൾ കെടുതി തിന്മ എന്നൊക്കെ പറയുകയാണെങ്കിലും നമുക്ക് വേദനിക്കുന്ന
നമ്മളുടെ ബോഡിക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിൽ നിന്നാണ് നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് പ്രൊട്ടക്ഷൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷെയ്ത്താനെ കുറിച്ച് നമ്മൾ എന്താണ് മുമ്പത്തെ ആദുബില്ലാഹിന ഷെയ്ത്താൻ റജീം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ ഒരു ദേഷ്യം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നവൻ എന്നുള്ളൊരർത്ഥം കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വസ്വാസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. വസ്വാസ് എന്ന് പറഞ്ഞാൽ എന്താണ് സൗത്തുൽ ജനി എന്ന് പറയും. അതായത് ഈ ഗോൾഡില്ലേ, ഗോൾഡ് ഇങ്ങനെ ഇളകുമ്പോൾ നമുക്ക് ചെറിയൊരു ഒരു ക്ലിങ് എന്നുള്ള സൗണ്ട് ഇങ്ങനെ കേൾക്കാം. നമുക്ക് കേൾക്കാൻ പറ്റിയ വെച്ചാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, എന്നാൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതാണ് ബാഡ്ലി ഹേർട്ട്, നമ്മൾ വളരെ മൈന്യൂട്ടായിട്ട് കേട്ടു എന്നുള്ള അർത്ഥം. ഇനി അതല്ല വേറെന്ന് പറഞ്ഞാൽ ഈ ഹണ്ടേഴ്സ് ഇല്ലേ, എന്താ പറയുക, വേട്ടക്ക് പോകുന്ന ആളുകൾ അവരിങ്ങനെ പതുങ്ങിയിരിക്കുന്നുണ്ടാകും. അപ്പോൾ ഭയങ്കര സ്വകാര്യത്തിൽ ഇങ്ങനെ പറയിരിക്കും. അതായത് കൂടെ ഇപ്പോൾ ആര് വ്യക്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ തന്നെ വേട്ടനായൊക്കെ ഉണ്ടെങ്കിൽ ജമ്പ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ ആയിട്ടില്ല, സ്ലോലി അങ്ങനെ ഭയങ്കര സോഫ്റ്റായിട്ട് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ സൗണ്ട് ഉണ്ടാക്കുന്ന എന്താണ് ആ ഒരു ദിനം ഈ ഒരു വാക്ക് വസ്വസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പറയുക, നമ്മുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും സജഷൻ പറയും, നമ്മൾ ചിലപ്പോൾ അത് കേട്ടിട്ടുണ്ടാകും, പക്ഷേ നമ്മളത് വിട്ട് കളഞ്ഞിട്ടുണ്ടാകും. പക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളുടെ മനസ്സിലിങ്ങനെ വന്നിട്ട് നമ്മളുടെ ഉപബോധ മനസ്സിനെ അതിങ്ങനെ ഓർമ്മപ്പെടുത്തും. അതും യഥാർത്ഥത്തിൽ ഈ ഒരു വസ്വസിൻ്റെ അർത്ഥമായിട്ട് വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പറയാനുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ വസ്വാസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ് ദുർബോധനം അല്ലെ, അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയത്തിൽ ഇങ്ങനെ എന്താണ് പറയുക, ഒരു ഇതിങ്ങനെ പറയുന്നവൻ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഈ ഹമസ്, നമ്മൾ വായുലി കുല്ലി ഹുമസത്തിൽ ഹുമസ് എന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ, ആ ഹുമസും ഈ യഥാർത്ഥത്തിൽ ഏകദേശം ഒരേ അർത്ഥമാണ്. പക്ഷെ രണ്ടിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വസ്വസ് എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. മറ്റേ ഹമസ് നെഗറ്റീവും ആകാം പോസിറ്റീവും ആകാം. പിന്നെ അതുപോലെ തന്നെ വസ്വസ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആണ്, അത് വീണ്ടും 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 ഉണ്ടാകും. ഹമസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഓക്കെ, അതുപോലെ തന്നെ വസ്വസ് എന്നുള്ള വാക്കിനെ പോലെ തന്നെ മറ്റു വാക്കുകൾ ഇതൊക്കെ എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ എന്താണ് കേട്ടപ്പോൾ ഞാൻ എഴുതി വെച്ചതാണ്. അതായത് ജൽസൽ എന്ന് പറഞ്ഞാൽ ഇതാ സുൽസിലത്തിൽ അർദു ജിൽസാലഹ എന്ന് പറഞ്ഞില്ലേ, അതായത് ഭൂമി എന്താണ് ഷേക്ക് ചെയ്യുക വീണ്ടും ഷേക്ക് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് ജൽസൽ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഈ മലകൾ ഇങ്ങനെ നിരയായിട്ട് ഇങ്ങനെ ഒന്ന് കഴിഞ്ഞടുത്ത് അതിന് സിൽസിൽ എന്ന് പറയും. അപ്പം ഈ റിപ്പീറ്റഡ് ആയിട്ട് വസ് again റിപ്പീറ്റഡ് അല്ലേ, ജൽസൽ റിപ്പീറ്റഡ് ആണ്, സിൽസിൽ അതൊക്കെ റിപ്പീറ്റഡ് ആണ്. അപ്പം ഇത് വീണ്ടും വീണ്ടും നടക്കും, അല്ലെങ്കിൽ നിരന്തരം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് ഇവിടെ വസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ. ഇനി ഇവിടെ അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ള വാക്ക് എന്താണ്, അൽ വസ്വാസ് എന്നാണ്. അതായത് എക്സ്ട്രീംലി ദുർബോധനം നടത്തുന്ന, എപ്പോഴും എന്താണ് നിർത്താതെ ദുർബോധനം നടത്തുന്നതിനാണ് ഈ ഒരു വാക്ക് ഉപയോഗിക്കുക. അതായത് ഇത് സിലത്തുൽ മുബാലഖ് എന്ന് പറയും, ഏറ്റവും ഹയ്യസ്റ്റ് ഫോമാണ്, അതിനപ്പുറം ഇല്ല. അതായത് ഷെയ്ത്താനെ കുറിച്ചിട്ട് പറയാൻ ഇനി ഇതിലും വലിയൊരു വാക്കില്ല. അതാണ് അൽ വസ്വാസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എക്സ്ട്രീംലി ഈ ഒരു കാര്യത്തിൽ അത്രയ്ക്കും എന്താണ് പറയുക എക്സ്പേർട്ടുമാണ്, അത് നിരന്തരം നിർത്താതെ ചെയ്യുന്നവനുമാണ് എന്നുള്ള അർത്ഥമാണ്. അതുപോലെ തന്നെ അൽ വസ്വാസ്, ഇവിടെ അൽ എന്ന് പറയുന്നത് ഷെയ്ത്താൻ ഉദ്ദേശിച്ചാണ്. അൽ എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഒന്നാണ്, അതാരാണ്, ഷെയ്ത്താനാണ്. ഇത്രയും നമ്മളെ എക്സ്ട്രീംലി നമ്മളുടെ അടുത്ത് വന്നിട്ട് വിസ്പർ ചെയ്യാം. മറ്റാളുകളൊക്കെ നമ്മുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറയുകയൊക്കെ ചെയ്യായിരിക്കും, നമ്മുടെ മനസ്സിലത് ചിലപ്പോൾ സ്റ്റക്കൊക്കെ ആയിരിക്കും. പക്ഷെ ഷെയ്ത്താൻ എന്താണ്, എപ്പോഴും നിർത്താതെ അള്ളാഹു നമ്മൾ മറക്കുമ്പോഴേക്കും വന്നിട്ട് എന്താക്കും, ഈ ഒരു വസ്വസ നടത്തും. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പിന്നെ അതുപോലെ തന്നെ ഈ വസ്വാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ അള്ളാഹു കണക്ട് ചെയ്തിട്ട് ഒരു അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു വസ്വാസിനെ എന്താണ് വിശദീകരിക്കുന്ന വേറൊരു കാര്യം കൂടെ പറഞ്ഞു. എന്താണ് അൽ ഖന്നാസ്. ഖന്നാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്മാറിക്കളയുന്നവൻ എന്നുള്ളൊരു അർത്ഥം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വന്നിട്ട് പോകും, വന്ന് പിന്നെ കാണാണ്ടാകും. നമ്മൾ സൂറ എന്താണ് ഖുറാനിൽ വേറൊരു സൂറത്തിൽ പറയുന്നത് ഫല ഉഖ്സിമു ബിൽ ഖുന്നസ്, അത് നക്ഷത്രങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നക്ഷത്രങ്ങൾ വന്ന് പോയിരിക്കുന്ന സാധനങ്ങളാണ് അല്ലേ. അതുപോലെ തന്നെ ഈ ഖനസ എന്നുള്ള വാക്കിന് എന്താ പറയുക, പെട്ടെന്ന് ഡിസപ്പിയർ ആകുക. അതായത് നമ്മളിങ്ങനെ ഒരാളെ കണ്ടു വെച്ചാൽ കണ്ടു പക്ഷെ കണ്ടില്ല, നമ്മളങ്ങനെ പറയില്ലേ, അത് കണ്ടില്ല എന്നുള്ള ഒരു മിന്നായം പോലെ കണ്ടു എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു അർത്ഥമാണ് യഥാർത്ഥത്തിൽ വരുന്നത്.
പിന്നെ അതുപോലെ തന്നെ ഈ റാബിറ്റ്സ് അവരവരുടെ മൂക്കിങ്ങനെ ഒരു പ്രത്യേക ഷേപ്പാക്കും, ഒരു മോൾക്കാക്കും. നമ്മൾ കണ്ടു വെച്ചാൽ കണ്ടു എന്നാൽ അപ്പോഴത്തേക്കും അവർ അത് എന്താണ് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ ഈ ഒരു ഖനസ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഖൻസ് എന്നുള്ള വാക്കിനാണ് നമ്മൾ റാബിറ്റിന് തീർന്നു കേട്ടോ. അപ്പോൾ ഒരു മീനിങ് നമ്മൾ പറഞ്ഞ എന്താണ്, ഡിസപ്പിയർ വിത്തൗട്ട് നോട്ടീസ്. നമ്മൾ കാണാണ്ട് എന്താണ് പറയുക, എന്താ പറയുക, ചിലപ്പോൾ കണ്ടില്ല എന്നുള്ള പോലെ ആക്കും. അതായത് നോട്ടീസ് ചെയ്യാണ്ട് ഡിസപ്പിയർ ആകുന്നതിനാണ് ഖനസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതായിട്ട് എന്താണ്, ടു ഗെറ്റ് സംബഡി ലേറ്റ്. അതായത് എന്താണ്, നമ്മളിങ്ങനെ ഡിലേ ചെയ്യിപ്പിക്കുക. ഷെയ്ത്താന് മറ്റൊരു കാര്യം എന്താണ്, നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണം പ്ലാൻ ആക്കിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു ക്ലാസ്സിനെ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. പക്ഷെ ഡിലേ ആക്കിക്കൊണ്ടേയിരിക്കുന്ന ഷെയ്ത്താൻ മറ്റൊന്നിൽ എന്താ പറയുക ഇതാക്കിയിട്ട് ആവുന്നില്ല. ആസ്മാതിൽ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ടു ഗെറ്റ് സംബഡി ലേറ്റ് എന്നതാണ് എന്താണ് ഖന്നാസ് എന്നുള്ള വാക്ക്. അപ്പോൾ എന്താണ്, ഷെയ്ത്താൻ ഇങ്ങനെ വിസ്പർ ചെയ്യും, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട്, ഇപ്പോൾ വേണ്ട, സമയമുണ്ടല്ലോ. അപ്പോൾ നമ്മളൊക്കെ ചില ആളുകളൊക്കെ ഹജ്ജിനൊക്കെ പോകുമ്പം കുറച്ചും കൂടെ സമയമുണ്ടല്ലോ, അപ്പോൾ ഒന്ന് ലൈഫ് എൻജോയ് ചെയ്യട്ടെ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേൾക്കാറുണ്ട്, പണ്ടത്തെ ആളുകളൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്, ഈ ഷെയ്ത്താൻ്റെ ട്രിക്കാണ് നമ്മളടുത്ത് ഡിലേ ചെയ്യാൻ. നമ്മൾ നിസ്കരിക്കാൻ നമ്മളെ ഡിലേ ആക്കി, നിസ്കരിക്കണ്ട എന്ന് നമ്മളോട് പറയില്ല, സമയമായിട്ടില്ല, കുറച്ചും കൂടെ ഉണ്ട്, ബാങ്ക് ഇപ്പോൾ കൊടുത്തിട്ടല്ലേ ഉള്ളൂ, അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ വന്ന് പറയുന്നത് ഷെയ്ത്താനാണ്. അതേപോലെ നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ സമയമുണ്ട്, എന്തായാലും ഇത്ര സമയം കൂടെ ബാക്കിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഈ ഒരു എന്താ പറയുക ദുർബോധനം ചെയ്തിട്ട് പിന്മാറി കളയലാണ് ഷെയ്ത്താൻ്റെ ഏറ്റവും വലിയ ട്രിക്ക്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയില്ല നമ്മളുടെ ഈ ലൈഫിലുള്ള എന്താണ് സമയം, അതായത് എത്ര സമയം നമുക്കുണ്ട് നമുക്ക് ആർക്കും അറിയില്ല. ഷെയ്ത്താൻ അറിയാം എന്താണ്, അള്ളാഹു എത്രയും പെട്ടെന്ന് ഈ വ്യക്തികളൊക്കെ മരിപ്പിക്കുമെന്ന് ഷെയ്ത്താൻ അറിയാം. അപ്പോൾ ഷെയ്ത്താനെ മാക്സിമം നമ്മൾ ഡിലേ ആക്കും തോറും എന്താണ്, നമ്മൾ നമ്മളുടെ മരണത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കൂടുതൽ നന്മ ചെയ്യാനുള്ള അവസരം കുറഞ്ഞു പോവുകയാണ് അല്ലേ. ഹലവലാപ്പൊത്തില്ല ബില്ല. അപ്പോൾ ഷെയ്ത്താന് ഡിലേ ആക്കും തോറും നമ്മളുടെ ടൈം ഔട്ട് ആവുകയാണ്. നമ്മളിപ്പോൾ ഒരു ട്രാക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോ, നമ്മളെ ഒരാൾ നിർത്തിയിട്ട് നമ്മളത് സംസാരിക്കണം. അപ്പോൾ എന്താണ്, ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ഇന്ന സമയത്തുള്ളിൽ അവിടെ എത്തണം എന്നുള്ളത്. ആ സമയം കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഫെയിലാകും. അതുപോലെയാണ് ഷെയ്ത്താൻ ചെയ്യുന്നത്. നമ്മളെ ആ ട്രാക്ക് തന്നെ ആയിരിക്കും നമ്മളുണ്ടാകുക, പക്ഷെ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ പലതും കാണിച്ചിട്ട് നമ്മളെ സ്ലോ ഡൗൺ ആക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ടൈം ഔട്ട് ആകും. ആയിട്ടില്ല, ഇപ്പോഴല്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് എന്നുള്ള രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാൻ വെച്ചാൽ, ഖിയാമത്ത് നാളിൽ നല്ല മുസ്ലിംസ് ഉണ്ടാകും അല്ലേ, ചീത്ത മുസ്ലിംസ് ഉണ്ടാകും. അപ്പോൾ നല്ല മുസ്ലിംസിനോട് ചീത്ത മുസ്ലിംസ് പറയും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഉണ്ടായിരുന്നു, പക്ഷെ എന്താണ്, നിങ്ങൾ എന്താ പറയുക, നിങ്ങളെ തന്നെ അവിടെ നിർത്തി. അതായത് നിങ്ങൾ എന്താണ് പറയുക, പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് അത് ഡിലേ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സ്വന്തത്തിനെ തന്നെ പല കാര്യങ്ങളിലും ഡൗട്ട്ഫുൾ ആക്കിയിട്ട് അത് ചെയ്യാണ്ട് പോയിട്ടുണ്ട്. പിന്നെ അവസാനം എന്താണ്, നിങ്ങൾക്ക് ഫോൾസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക്, അതായത് നിങ്ങളുടെ ഇഷ്ടങ്ങളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു. അവസാനം എന്താണ്, അള്ളാഹുവിൻ്റെ ആ ഒരു ഡിസിഷൻ വന്നു, അതായത് നിങ്ങൾ മരിച്ചുപോയി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ചീത്ത മുസ്ലിംസ് ഇങ്ങനെ പറയും എന്നുള്ളത്. അതാണ് ഷെയ്ത്താൻ്റെ ട്രിക്ക്. നമ്മളെ മെല്ലെ ഡിലേ ആക്കിയിട്ട് അവസാനം ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് അള്ളാഹുവിലേക്ക് തിരിക്കുക എന്നുള്ളതാണ് ഷെയ്ത്താൻ്റെ ഏറ്റവും വലിയ പ്ലാൻ. ആലോചിച്ചൊക്കെ നമ്മുടെ അടുത്ത് എന്താണ്, ഇന്ന ആളുകൾ പ്ലാൻ എന്താണ് നമ്മൾക്കെതിരായിട്ട് ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം എന്താക്കും, ആ ഒരു കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കും. പക്ഷെ അതുവരെ മറപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഷെയ്ത്താന് നമ്മളുടെ പ്രത്യക്ഷ ശത്രുവാണ് എന്നുള്ളത് വരെ നമ്മളെ മറപ്പിക്കുകയാണ് ഷെയ്ത്താൻ ചെയ്യുന്നത്. അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും നമ്മൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. അള്ളാഹിനടുത്ത് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം എന്താണ് ഖനസ് എന്ന് പറഞ്ഞാൽ, കം ആൻഡ് ഡിസപ്പിയർ. അതുപോലെ തന്നെ എന്താണ്, നമ്മളെ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് നമ്മൾ ഡിലേ ആക്കാം. ഇത് രണ്ടുമാണ് ഷെയ്ത്താൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഒരു കാര്യം മെല്ലെ പറഞ്ഞപ്പോൾ നമുക്കത് അത്ര വലിയ ഇഫക്റ്റീവ് ഒന്നുമില്ല നമ്മൾ വിചാരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവിടെ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു സജഷൻ എടുത്തു എന്ന് വിചാരിക്കാം. അത് ജസ്റ്റ് ഒരു ഫ്രണ്ട് ജസ്റ്റ് വെറുതെ എടുത്തു, പക്ഷേ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കിടന്ന് കയറും. അങ്ങനെ പറഞ്ഞല്ലോ, ഇനി എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ ഇതിൽ നിന്നുണ്ടാകും. അതേപോലെ തന്നെയാണ് ഷെയ്ത്താനും നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ ഷെയ്ത്താൻ ബാക്കിയുള്ളവരെ കൊണ്ട് നമ്മളടുത്ത് അത് പറയിപ്പിക്കും.
അങ്ങനെയൊക്കെ ഷെയ്ത്താൻ ചെയ്യും. എന്തൊക്കെ മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ പറ്റുമോ ആ എല്ലാ മാർഗ്ഗങ്ങളും ഷെയ്ത്താൻ എടുക്കും. അപ്പം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഫ്രണ്ട്സിനെയാണ്. നമ്മളുടെ ഫ്രണ്ട്സ് അള്ളാഹുവിന് ഇഷ്ടമുള്ള ഫ്രണ്ട്സാണോ അതല്ല ഷെയ്ത്താൻ ഇഷ്ടമുള്ള ഫ്രണ്ട്സാണോ എന്ന് നമ്മൾ നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു വിസ്പറിങ് അല്ലെങ്കിൽ ഈ ഒരു വസ്വാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഫക്റ്റീവാണ്. അതായത് അള്ളാഹുവിൻ്റെ നമുക്കറിയാം, അള്ളാഹു നമുക്ക് വാക്കുകളിലൂടെ, നമ്മൾ കേൾക്കുന്ന വാക്കുകളിലൂടെയാണ് നമ്മൾക്ക് ഗൈഡൻസ് നൽകുന്നത് അല്ലേ. നമ്മൾ ഈ ചെവിയിലൂടെ കേൾക്കുന്ന കുറേ കാര്യങ്ങൾ അത് നമ്മളെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഓട്ടോമാറ്റിക്കലി കയറും. അപ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ രണ്ടുണ്ട്. അതായത് നല്ല വാക്കുകളുണ്ടാകും, ചീത്ത വാക്കുകളുണ്ടാകും. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ വാട്ട് കൈൻഡ്സ് ഓഫ് വേർഡ്സ് ഐ ആം ലിസണിങ് ടു. നല്ല വാക്കുകളാണോ ഞാൻ ലിസൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങളാണോ ഞാൻ ലിസൺ ചെയ്യുന്നത്? അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഹൃദയം എന്താണ് പറയുക, സുൽഹായാൽ എല്ലാതും സുൽഹാകും. ഹൃദയത്തിലോ എന്താണ് ഫസദായതാ, അല്ലെങ്കിൽ അത് എന്താണ് കറപ്റ്റഡ് ആയാലോ മുഴുവൻ എന്താണ് ശരീരവും കറക്റ്റഡ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഹൃദയത്തിനെ സൂക്ഷിക്കും. നമ്മൾ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കുന്ന വേർഡ്സ്, നമ്മൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ ഖുർആൻ അല്ലെങ്കിൽ ഹദീസുകൾ അല്ലെങ്കിൽ നല്ല നല്ല സംസാരങ്ങളാണ് നമ്മളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എടുക്കുന്നത്, നമ്മളെ ചെവികളെ കൊണ്ട് കേൾപ്പിക്കുന്നത് എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വെളിച്ചുണ്ടാകും. അതെല്ലാം നമ്മൾ വേർഡ്സ് ഓഫ് ഡാർക്ക്നെസ്, പരദൂഷണം അല്ലെങ്കിൽ മറ്റ് ചീത്തയായിട്ടുള്ള മ്യൂസിക്കുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് എടുക്കെങ്കിലോ അപ്പം നമ്മുടെ ഹൃദയം ഇരുണ്ടു പോകും. അപ്പോൾ ഹൃദയത്തിനുള്ളിൽ ഫസാദ് നിറയും. അതിൽ കാത്ത് രക്ഷിക്കട്ടെ. എന്ത് കൈൻഡ്സ് ഓഫ് വേർഡ്സ് ഒക്കെയാണ് എൻ്റെ ചുറ്റും ഞാൻ ശ്രദ്ധിക്കുന്നത് എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കാം. ഇതൊക്കെ സ്വന്തത്തിനുള്ള പ്ലാൻസ് ആണ് കേട്ടോ. ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമായിട്ടാണ് പറയുന്നത്. അപ്പോൾ വസ്വാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സൗണ്ട് ഉണ്ടാക്കി, പക്ഷെ നമ്മളത് എന്താ പറയുക, കേട്ടോ കേട്ടില്ലേ എന്നുള്ള രീതിയിൽ അത്രയ്ക്കും ചെറിയ സൗണ്ടായിരിക്കും. അതുപോലെ തന്നെ ഖന്നാസം, അത് പെട്ടെന്ന് വന്നാണ്ട് പോകും. അപ്പം അതെന്താണ്, ചില ആംഗ്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ, നമ്മൾ ചിലപ്പോൾ കണ്ടോ കണ്ടില്ലോ എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷെ അതൊക്കെ നമ്മളുടെ ഹൃദയത്തിൽ അങ്ങേ അറ്റം അത് ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹൃദയത്തിനെ അത് എന്താണ് എഫക്റ്റീവ് ആക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ശൈത്താൻ്റെ ദുർബോധന ആയിക്കോട്ടെ, മറ്റു മനുഷ്യരിൽ ഉള്ള എന്തെങ്കിലും വാക്കുകളായിക്കോട്ടെ, അതൊക്കെ നമ്മളുടെ ഹൃദയത്തിൽ അവിടെ ഒരു എഫക്റ്റ് കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതാണ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. പിന്നെ ഈ ഒരു വാക്കിൻ്റെ ഖന്നാസ് എന്നുള്ള വാക്ക് കുറേ പറയാണ്ട് കേട്ടോ, നിങ്ങൾക്ക് ബോറടിക്കണില്ല എന്ന് വിചാരിക്കണേ. ഖന്നാസ് എന്നുള്ള വാക്ക് നമ്മൾ എന്താ പറയുക, ഫആൽ എന്നുള്ള എന്താണ് പറയുക ഫോമിലാണ്. അതായത് കുറേ മോൾഡുകളുണ്ട്. സത്യം പറഞ്ഞാൽ റൂട്ട് ലെറ്റർ നമ്മൾ പറഞ്ഞു ഖ നൂൻ സീൻ എന്ന് പറഞ്ഞു. പക്ഷെ ഈ 3 വാക്കുകൾ ലെറ്റേഴ്സിനെ നമ്മൾ ഒരുപാട് മോൾഡുകളിലിടും. ഫഅലുണ്ട്, അതുപോലെ തന്നെ ഫഅലുണ്ട്, ഇസ്തഫഅൽ, അങ്ങനെ കുറേ ഉണ്ട്. അപ്പം അതിൽ ഫഅൽ എന്നുള്ളതിലാണ് ഈ ഖന്നാസ് എന്നുള്ള വാക്ക് വരുന്നത്. നമ്മൾ അള്ളാഹു എന്താണ് ഗഫാറാണെന്ന് പറയുന്നത്. ഗഫാർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ തെറ്റ് ചെയ്താലും വീണ്ടും 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 നമുക്ക് പുറത്തു തരുന്നവൻ അല്ലേ. വഹാബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മറ്റൊരു നാമാണെന്ത്, നമുക്ക് നിരന്തരം ഓവർ ആൻഡ് ഓവർ നമുക്ക് ഗിഫ്റ്റ് തന്നുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഓരോ ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല ഗിഫ്റ്റ് തരുന്നുണ്ട്. പക്ഷേ നമ്മൾ അത് മറക്കണം, ശൈത്താൻ നമ്മളെ മറപ്പിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താണ്, അതേപോലെ ഖന്നാസ് എന്ന് പറഞ്ഞാൽ നിരന്തരം വന്ന് പോയി ഒരവസാനമില്ല. എന്നും വരും എന്നും പോകും. അള്ളാഹിനെ ഓർക്കുമ്പോൾ പോകും, അള്ളാഹിനെ മറന്നാൽ വരും. അങ്ങനെ ഓവർ ആൻഡ് ഓവർ അഗെയിൻ നമ്മൾ മരിക്കുന്നത് വരെ ശൈത്താൻ നമ്മുടെ അടുത്ത് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് അടുത്ത ആയത്തിലേക്ക് നോക്കാം. أعوذ بالله من الشيطان الرجيم الذي يوسوس في صدور الناس. അല്ലവി എന്ന് പറഞ്ഞാൽ യാതൊരുവൻ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. യുവസ്വിസു അതായത് ദുർബോധനം നടത്തുന്നവർ. ഫി എവിടെ, ഫി എന്ന് പറഞ്ഞാൽ ഇൻ എന്നുള്ള അർത്ഥം വരുന്നത്. ഫി സുദൂർ നെഞ്ചുകളിൽ അല്ലെങ്കിൽ നെഞ്ചുകൾക്കുള്ളിൽ. അന്നാസ് ആരുടെ, മനുഷ്യരുടെ. അപ്പം മനുഷ്യരുടെ നെഞ്ചുകൾക്കുള്ളിൽ ദുർബോധനം നടത്തുന്നവർ എന്നാണ് അല്ലവി യുവസ്വിസു ഫി സുദൂരിന്നാസ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇവിടെ നമുക്കറിയാം എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ചെസ്റ്റ് കൊണ്ടാണ്. ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സദർ, അതായത് ഹൃദയത്തിന് നമ്മൾ ഖൽബ് എന്ന് പറയും അല്ലേ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അല്ലവി യുവസ്വിസു ഫി ഖുലൂബിൻ നാസ് എന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹു എന്താ പറഞ്ഞത്, അല്ലവി യുവസ്വിസു ഫി സുദൂരിൻ നാസ്. ഇനി നമുക്ക് സുദൂറിനെ കുറിച്ച് ചെറുതായിട്ട് മനസ്സിലാക്കാം. സദർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ കോർ ഭാഗത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ്.
ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു പാലസ് നോക്കാം. ആ പാലസിൻ്റെ ചുറ്റും ഒരുപാട് എന്താണ് റൂമുകളും കാര്യങ്ങളും, അല്ലെങ്കിൽ കുറേ ഔട്ട് ഹൗസും കാര്യങ്ങളും, പിന്നെ കുറേ സെക്യൂരിറ്റികളും, വലിയ വലിയ എന്താണ് പൂന്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരു പാലസിന് ചുറ്റും. അപ്പം അവിടേക്കൊക്കെ ആർക്കും കയറി ചെല്ലാം. പക്ഷേ ഈ പാലസിൻ്റെ ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ അനുമതി വേണം അല്ലേ? അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് ആരുടെന്നെങ്കിലും അതിനുള്ള എന്താണ് കീ കിട്ടണം. അതല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് ആ ഡോറ് തുറന്നു തരണം. ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു പാലസിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള വഴി ഉണ്ടാവുള്ളൂ അല്ലേ? അതുപോലെ നമ്മളെ ഹൃദയം എന്താണ് പ്രൊട്ടക്റ്റഡ് ആക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ചുറ്റുപാടും ഉള്ള എന്താണ് കാര്യമാണ് നമ്മളുടെ സുദൂർ അല്ലെങ്കിൽ സ്വദർ എന്ന് പറഞ്ഞാൽ. ആ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കയറണം എങ്കിൽ നമ്മൾ ആ ഹൃദയം തുറന്നു കൊടുക്കണം. അതായത് നമ്മളുടെ ഹൃദയത്തിൻ്റെ കീ ആരുടെ കയ്യിലാണ്? നമ്മളുടെ കയ്യിൽ തന്നെയാണ്. അതാണ് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എന്താണ് കാര്യത്തിലാണ് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സൂറയിലൂടെ പ്രൊട്ടക്ഷൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ശൈത്താൻ കയറണോ വേണ്ടേ എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? നമ്മൾ തന്നെയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഖൽബ് എന്ന് ഉപയോഗിക്കാതെ സ്വദർ എന്ന് പറഞ്ഞത്. അതായത് നമ്മളുടെ സ്വദർ, അതായത് നമ്മൾ ഹാർട്ടിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയും. അപ്പോൾ നമ്മൾ ഓക്കെ എന്താണ് ഞാൻ റെഡി ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഹൃദയം തുറന്നു കൊടുത്താൽ മാത്രമാണ് നമ്മൾ ഷെയ്ത്താൻ്റെ ആ വലയത്തിൽ പെടുള്ളൂ. ഷെയ്ത്താൻ നമ്മളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കയറുള്ളൂ. ഷെയ്ത്താൻ്റെ വേറൊരു കാര്യം, ഇതും നമ്മൾ നന്നായിട്ട് നമുക്കൊക്കെ ഉണ്ടാകുന്നൊരു കാര്യം കേട്ടോ. ഷെയ്ത്താൻ ഏതൊരു നല്ല സിറ്റുവേഷൻസും നെഗറ്റീവായിട്ട് കൊണ്ടുപോകും. അതല്ലെങ്കിൽ നമുക്കതൊരു നെഗറ്റീവ് തോട്ട് കൊണ്ടുവരും. ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മളെന്തെങ്കിലും ഒരു നല്ലത് എന്താണ് ചെയ്യുമ്പോൾ ഷെയ്ത്താൻ എന്താക്കും, ഈ ഭയങ്കര സംഭവമാണല്ലോ, ഇങ്ങനെ ആരും ചെയ്തിട്ടുണ്ടാവില്ലല്ലോ എന്നൊക്കെ നമ്മളെ മനസ്സിനെ കൊണ്ട് പറയിപ്പിക്കും. അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ബാഡ് ചെയ്താൽ, ഞാനിപ്പോൾ എത്രങ്ങാനും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഈ ഒരു തിന്മൊന്നും അള്ളാഹു ഇഷ്ടമൊന്നുമില്ല, അള്ളാഹു ഒക്കെ പുറത്തരും. അങ്ങനെ നമുക്ക് ഏതൊരു സിറ്റുവേഷൻ നെഗറ്റീവായിട്ട് കൊണ്ടുപോകാനാണ് ഷെയ്ത്താൻ്റെ പണി. എന്നാലോ ആ ഷെയ്ത്താൻ വരുന്നതോ പോകുന്നതോ നമ്മൾ അറിയില്ല. അതല്ലെങ്കിൽ ഇത് ഷെയ്ത്താൻ പറഞ്ഞതാ നമുക്ക് തോന്നില്ല. ഇപ്പം നമ്മൾ കുറച്ച് ടയേർഡാണ്, ഇപ്പോൾ നമുക്ക് നിസ്കരിക്കാനുള്ള സമയമുണ്ട്, കുറച്ചും കൂടെ കഴിഞ്ഞ് അടുത്ത ബാങ്ക് കൊടുക്കും, നീ ഭയങ്കര ടയേർഡാണ്, നമ്മളുടെ ബോഡിനെ നോക്കണ്ടേ, അതും അള്ളാഹു പറഞ്ഞതല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വേറെ രീതിയിൽ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നമ്മൾക്ക് തന്നെ എന്താണ് അത് ബാധിക്കുന്ന രീതിയിലാണ് ഷെയ്ത്താന് ഉപയോഗിക്കുക. അത് ട്രിക്കി ആയിട്ടാണ്, നമുക്കത് മനസ്സിലാവുമല്ലോ ചിലപ്പോൾ അത് ഷെയ്ത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ ചില ചിന്തകൾ അല്ലേ, ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അയൽവാസി, നമ്മൾ എപ്പോഴും അവരെ വിസിറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മളെന്നും അവരുടെ അടുത്തൊക്കെ പോകാറുണ്ട്. പക്ഷെ അവരിങ്ങോട്ടേ വരുന്നില്ല. ഇപ്പം നമ്മൾ വിചാരിക്കണം നമ്മളെന്നും അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് എന്തായാലും വരുന്നില്ല, ഇനിയിപ്പം ഞാൻ കുറച്ച് ദിവസം പോവാണ്ടിരിക്കട്ടെ, അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ്, അവിടെ ഷെയ്ത്താനാണ് നമ്മളടുത്ത് വർക്ക് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഷെയ്ത്താൻ എവിടേക്ക് നെഗറ്റീവ് സാഹചര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ അവിടെയൊക്കെ നെഗറ്റീവ് സാഹചര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾക്കത് മനസ്സിലാവില്ല എന്നുള്ളതാണ് നമ്മൾക്കുള്ള വേറൊരു ഡ്രോബാക്ക്. അത് മനസ്സിലാകുന്ന ആളുകൾ ഉണ്ട് കേട്ടോ ഒരുപാട്. ഏതൊരു ആരാന്നറിയില്ല, എന്തായാലും അത്യാവശ്യം നല്ല സ്കോളറാണ് അവർ. അവർക്ക് തഹജ്ജുദിന് എഴുന്നേൽക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അദ്ദേഹം ആലോചിച്ച് നോക്കി, എന്താണ് ഞാൻ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റാതിരിക്കാനുള്ള കാരണം എന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ച് ഏതോ ഒരാൾ നിസ്കരിച്ചപ്പോൾ അദ്ദേഹം കരഞ്ഞു. അപ്പോൾ ഇയാളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി വെറുതെ ഒരു തോന്നലതാണ്, ഇത് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ കരഞ്ഞതായിരിക്കോ എന്നുള്ള ഒരു ചിന്ത, അത് ഷെയ്ത്താനിട്ടതാണ്. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി എന്ത്, അങ്ങനെ ഞാൻ ചിന്തിച്ചത് കാരണം റബ്ബ് എനിക്ക് നിസ്കരിക്കാൻ അല്ലെങ്കിൽ റബ്ബിൻ്റെ അടുത്ത് സംസാരിക്കാനുള്ള ആ ഒരു അനുമതി എന്നിൽ നിന്നും എടുത്തു കളഞ്ഞു. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള കഴിവ് നമുക്കൊക്കെ ഉണ്ടോ എന്നറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അങ്ങനെ ചിന്തിക്കാനുള്ളൊരു അവസ്ഥ, അതായത് നമ്മളുടെ മിസ്റ്റേക്ക് മനസ്സിലായിക്കൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഇബാദത്തിൽ ഖുശൂ കിട്ടാത്തത്, അത് എൻ്റെ അടുത്തുള്ള തന്നെ പോരായ്മകളല്ലേ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് തഹജ്ജുദിന് എണീക്കാൻ പറ്റാത്തത്, അതും എൻ്റെ റബ്ബ് എന്നെ വിളിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെ നമ്മളെ തന്നെ സ്വയം വിലയിരുത്തുക. എൻ്റെ അടുത്ത് എന്തൊക്കെ മിസ്റ്റേക്കാണുള്ളത് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ എളുപ്പം നൽകട്ടെ. പ്രത്യേകിച്ചും നമസ്കാരത്തിൽ നമുക്കറിയാം അല്ലേ, ഷെയ്ത്താന് എങ്ങനെയൊക്കെയോ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യും. നമ്മൾ നല്ല കോൺസെൻട്രേഷനോട് കൂടി നിൽക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ എന്തെങ്കിലും ദുനിയവി കാര്യത്തിലേക്ക് നമ്മൾ ടേൺ ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പം നല്ല ആഖിറത്തേക്കുള്ള കാര്യം തന്നെ ആയിരിക്കും, പക്ഷെ അതിലൂടെ നമ്മളുടെ ആ ഒരു
കോൺസെൻട്രേഷൻ തെറ്റിച്ചിട്ട് കൊണ്ടുപോകുന്നവരെ ഉണ്ട് ഷെയ്ത്താൻ അല്ലേ. അള്ളാഹു പ്രൊട്ടക്ട് ചെയ്യട്ടെ, ആമീൻ. അപ്പം എപ്പോഴും കൈ കെട്ടുമ്പോൾ, അതായത് ഓരോ അള്ളാഹു അക്ബർ പറയുമ്പോഴും വീണ്ടും വീണ്ടും ഓർക്കുക, ഓക്കെ ഞാൻ ഈ ചിന്തിക്കുന്നതിനേക്കാളും എൻ്റെ റബ്ബാണ് വലിയവൻ എന്നുള്ള ആ ഒരു തോട്ട് കൊണ്ടുവരിക തന്നെ ചെയ്യുക. അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷനില്ല. കാരണം എത്രയോ തവണ നമ്മൾ അള്ളാഹു അക്ബർ പറയുന്നുണ്ട് ഓരോ നമസ്കാരത്തിലും അല്ലേ. അപ്പോൾ അതേപോലെ മനസ്സിലേക്ക് കൊണ്ടുവരാം, അള്ളാഹുവേ നീയാണ് ഏറ്റവും വലുത്, അതുകൊണ്ട് എനിക്ക് നീ കോൺസെൻട്രേഷൻ നൽകണേ, നമ്മൾ അള്ളാഹുവിനെ പ്രാർത്ഥിക്കുക. അതേപോലെ നമസ്കരിക്കുന്നതിനിടയിൽ നമുക്ക് ഭയങ്കര കോൺസെൻട്രേഷൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുകയും ചെയ്യാം. നമുക്ക് ഇടത് സൈഡിലേക്ക് ഡ്രൈ സ്പിറ്റും ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, ഷെയ്ത്താൻ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളെ എത്ര, അതായത് ഷെയ്ത്താൻ എത്ര ആയാലും നമ്മളെ വിടുന്നില്ല. എത്ര ടയേർഡായാലും ഷെയ്ത്താൻ ഒരു ബ്രേക്കും ഇല്ലാതെ നമ്മളെ വഴിതെറ്റിക്കൽ തന്നെയാണ് പണി. അപ്പോൾ അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അടുത്ത് ഈ സൂറത്ത് തന്നെ എപ്പോഴും പാരായണം ചെയ്യാൻ പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇപ്പോൾ അഥവാ നമ്മുടെ ഹൃദയം ഓപ്പൺ ആക്കി, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ടെംപ്റ്റേഷനിലേക്ക് നമ്മൾ വീണു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഓക്കെ ഒരു പ്രാവശ്യം തെറ്റ് ചെയ്തു, ഓക്കെ ഇനി ഞാൻ ഇന്ന് മുഴുവൻ എനിക്ക് ചീത്ത ദിവസമാണ്, എന്തായാലും ഇപ്പം ഇങ്ങനെയൊക്കെ ആയില്ലേ, ഇന്ന് മുഴുവനും ഇപ്പം ഇങ്ങനെ പോട്ടെ, നാളെ മുതൽ നന്നാവാം, അങ്ങനെയൊക്കെ നമ്മളുടെ ചിന്ത വരാറുണ്ട് അല്ലേ. അതൊക്കെ ആരാണ് കൊണ്ടുവന്നിടുന്നത്? ഷെയ്ത്താനാണ്. അപ്പോൾ ഷെയ്ത്താൻ എന്താക്കും? കൂടുതൽ 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 ആ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള വഴി നോക്കും. അപ്പോൾ നമ്മളിപ്പോൾ തെറ്റ് ചെയ്തു, നമുക്കറിയാം നമ്മൾ ഒരുപാട് മിസ്റ്റേക്സ് ചെയ്യുന്നവരാണ്. പലരും പല രീതിയിലാണ്. നമ്മൾക്ക് ചില ആളുകൾ ചെയ്യുന്നത് നമുക്ക് കാണുമ്പോൾ അവരൊക്കെ അത്രയൊക്കെ ചെയ്യണ്ടല്ലോ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ നമുക്ക് തോന്നും. പക്ഷേ അവർ ചെയ്യാത്ത പല തിന്മകളും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടാകും. അപ്പം നമുക്ക് ആരും ജഡ്ജ് ചെയ്യാനുള്ള യാതൊരു അവകാശമില്ല. കാരണം നമ്മൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പുറത്ത് അവർ അതല്ലാത്ത വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും. സുബ്ഹാനല്ലാഹ്. ഇത് പറയുമ്പോഴാണ് സാന്ദർഭികമായിട്ട് പറയാമെന്ന് വെച്ചത്. എന്താണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ പള്ളിയിൽ നിസ്കരിക്കുന്ന സമയത്ത് ഒരാൾ ഭയങ്കരമായിട്ട് ഉറക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കണം. യൂഷ്വലി മലയാളികൾ അല്ലാത്ത ആളുകളാകും എന്നുള്ള ഇതിലായിരിക്കും അദ്ദേഹം ഉറക്കെ പ്രാർത്ഥിച്ചത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇയാളുടെ പ്രാർത്ഥനകൾ കേൾക്കാണ്. അപ്പോൾ കേട്ടപ്പം ഇക്ക പറയാണ്, ഞാനവിടുന്ന് പിന്നെ ഞാൻ മാറിപ്പോയി. കാരണം അവർ പ്രാർത്ഥിക്കല്ലേ, ആ പ്രാർത്ഥന ഞാൻ കൂടെ കേൾക്കണ്ടല്ലോ, അത് അള്ളാഹു ആയിട്ടുള്ളതല്ലേ എന്നുള്ള രീതിയിൽ ഇക്ക അവിടുന്ന് മാറിപ്പോയി. പക്ഷെ ഇക്കാൻ്റെ ഫ്രണ്ട് അയാൾ പ്രാർത്ഥിക്കുന്നതൊക്കെ കേട്ടിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇക്കാൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നമുക്ക് എന്താ പറയുക, ഇയാൾക്ക് നമുക്ക് കുറച്ച് 100 ദിർഹംസ് കൊടുത്താലോ എന്ന് പറഞ്ഞു. ഇക്ക ആയിക്കോട്ടെ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു ആദ്യം നമുക്ക് ഭക്ഷണം കൊടുക്കാം, പിന്നെ പറഞ്ഞു വേണ്ട നമുക്ക് ഫുഡ് പൈസ ആയിട്ട് തന്നെ കൊടുക്കാം, അദ്ദേഹം ഇഷ്ടമുള്ള കഴിച്ചോട്ടെ, അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഇക്കാൻ്റെ അടുത്ത് പറയാണ്, ഫ്രണ്ട് പറയാണ്, അയാൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതായത് നമുക്കറിയാത്ത ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് വേണമെന്ന് വെച്ചപ്പോൾ നിങ്ങൾ എനിക്ക് 2 ദിർഹംസ് തരുമോ, ഞാൻ ഒരു കുബൂസ് വാങ്ങിക്കാനാണെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ആലോചിച്ചൊക്കെ 2 ദിർഹംസിന് വേണ്ടിയിട്ട് അയാൾ ചോദിക്കുന്നത്. അപ്പം അത്രയ്ക്കും അയാളുടെ കയ്യിൽ പൈസ, അയാൾക്ക് ജോലിയുണ്ട് പക്ഷെ ജോലിക്ക് കയറിയിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ഒരു വ്യക്തിയെ എന്താ പറയുക, അവർ ഇപ്പോൾ ഇക്ക ചെയ്യുന്ന പോലെ അവർ ചെയ്യുന്നില്ലെങ്കിലും അത് ഇക്ക ചെയ്യാത്ത കാര്യം അവിടെ ചെയ്തൊക്കെ അറിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വന്നുപോയി. കാരണം എന്താണ് പറയുക, എനിക്കങ്ങനെ തോന്നിയില്ലല്ലോ, അല്ലെങ്കിൽ അയാളെ കൂട്ടിപ്പിടിച്ചിട്ട് എന്താണ് അയാളുടെ പ്രശ്നം എന്ന് ചോദിക്കാൻ എനിക്ക് തോന്നിയില്ലല്ലോ. ഞാൻ അവിടുന്ന് മാറിപ്പോയിട്ട് അയാൾ അല്ലാഹു ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണല്ലോ ചിന്തിച്ചതെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമുക്കൊക്കെ ഓരോ പാഠങ്ങളാണ് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അല്ലേ. അതായത് നമ്മളും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ അപ്പുറത്ത് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അടുത്ത് എത്ര പ്രതിഫലം ചിലപ്പോൾ ആ ഫ്രണ്ടിന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആർക്കും അറിയില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അത്രയ്ക്കും ആളുകൾ പല രീതിയിലാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്കറിയില്ല അള്ളാഹുവിൻ്റെ കണ്ണിൽ ആരാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. ആരെയും നമ്മൾ ജഡ്ജ് ചെയ്യരുത് എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് എന്നോടും പിന്നെ നിങ്ങളോടും പറയാം. കാരണം ചിലപ്പോൾ നമ്മൾ തട്ടവും ഒക്കെ ഇട്ട് നടക്കുന്ന ആളുകളായതുകൊണ്ട് അതൊന്നും ഇടാത്ത ആളുകളോ അവർക്കൊന്നും ഹിദായത്ത് കിട്ടിയില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഹിദായത്ത് അപ്പം അവർക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും ഭാവിയിൽ നമുക്കറിയില്ല, അവർ ചിലപ്പോൾ നമ്മളെക്കാളും എത്രയോ ഉയർന്ന പദവിയിലേക്ക് അള്ളാഹു എത്തിക്കും എന്നുള്ളത്. കാരണം അതേപോലെ തന്നെ വേറൊരു ഇതിൽ പറഞ്ഞത്, ഒരാൾ 94-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിക്കുകയാണ്. അയാൾ അത്രയും വർഷം
എന്താണ് തിന്മ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിനെതിരായിട്ട് ജീവിച്ച ആൾ 94-ാമത്തെ വയസ്സിൽ അയാൾ മുസ്ലിം ആകുമ്പോൾ അയാൾ കിട്ടുന്ന പ്രതിഫലം എങ്ങനെയാണ്? അയാൾ ചെയ്തിട്ടുള്ള എല്ലാ തിന്മകളും നന്മകളായിട്ട് അയാളുടെ പുസ്തകം, അതായത് ഇടത് ഭാഗത്തുള്ള ബുക്ക് ഫുൾ ബ്ലാങ്ക്, വലത് ഭാഗത്തുള്ള ബുക്കിലാണ് ഫുള്ളുള്ളത്. നമുക്ക് ആർക്കെങ്കിലും ആ ഒരു സിറ്റുവേഷൻ ഉണ്ടോ? നമ്മൾക്ക് കുറേ തിന്മകളുണ്ട്, കുറച്ച് നന്മകളുണ്ട്. അപ്പോൾ ഈ തിന്മകൾ മായ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ അസ്തഗ്ഫിറുല്ലാ പറയുന്നുണ്ട്, കുറച്ച് നന്മകൾ അപ്പുറത്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇസ്ലാമിലേക്ക് വന്ന ആ ഒരു സഹോദരൻ്റെ അത്ര ഒരിക്കലും നമുക്ക് ലഭിക്കൂല അല്ലേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത്രയ്ക്കും അള്ളാഹു ആളുകളെ ഉയർത്തണം എന്ന് വിചാരിച്ചാൽ അള്ളാഹുവിന് സാധിക്കും എന്നുള്ളതാണ്. അതാണല്ലത്. അപ്പോൾ അതാണ് ശൈത്താൻ നമ്മളെ പല രീതിയിലും അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ ജഡ്ജ്മെൻ്റൽ ആവരുത്. കാരണം നമ്മൾ ജഡ്ജ്മെൻ്റൽ ആകുമ്പോഴാണ് എന്ത് നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് വരിക. നമ്മളൊരാളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ള നെഗറ്റീവ്സ് ഒക്കെ മറന്നിട്ട് അയാളുടെ നെഗറ്റീവ് ചിന്തിക്കും. ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനത്തെ സിറ്റുവേഷൻസിലേക്ക് പോകരുത്. നമ്മൾ ജഡ്ജ് ചെയ്യാനേ നിൽക്കണ്ട. നമ്മുടെ അടുത്തുള്ള മിസ്റ്റേക്കുകൾ മാക്സിമം നോക്കാം. കാരണം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നിസ്കാരത്തിൽ കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കാനുള്ള കാരണം നമ്മുടെ അടുത്തുള്ള മിസ്റ്റേക്കാണ്, അല്ലാതെ വേറെ ആരുടെ അടുത്തുള്ള മിസ്റ്റേക്കും കൊണ്ടുവരുന്നല്ല അല്ലേ? എളുപ്പം നൽകട്ടെ, ആമീൻ. അപ്പോൾ ഇനി അടുത്തതായിട്ട് പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ശൈത്താൻ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് എങ്കിൽ എന്തുണ്ടാവുക, നമ്മൾ ആ ശൈത്താനെ പുറത്തേക്ക് വിടാതെ കയറിക്കോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുറന്നു കൊടുത്താൽ എന്താക്കും? സയ്യന ലഹും ഷൈത്താൻ അഅ്മാലഹും. അതായത് ശൈത്താൻ നമുക്ക് എന്താണ് ചെയ്ത കാര്യങ്ങളൊക്കെ ബ്യൂട്ടിഫൈ ചെയ്യും, അല്ലെങ്കിൽ നമ്മളുടെ കണ്ണിലത് ഭയങ്കര നന്മയാക്കി തോന്നും. അപ്പോൾ അതാണ് ചില ആളുകളൊക്കെ നമുക്കറിയാലേ, നമുക്ക് തന്നെ കാണുമ്പോൾ എന്താ റബ്ബേ ഇങ്ങനെ തോന്നും. കാരണം അവർക്കത് ഒരു തിന്മയായിട്ട് തോന്നുന്നേ ഇല്ല. അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് കുറ്റം വരാണെങ്കിലും എന്താണ് അവിടെ ശൈത്താൻ എന്താ തോന്നിപ്പിക്കുക? ഇയാളെ മറ്റാൾ അങ്ങനെയൊക്കെ ചെയ്തോണ്ടല്ലേ ഞാനാ പറയണത്, അത് നല്ല കാര്യമല്ലേ, മറ്റുള്ളവർ ഇങ്ങനെ അറിഞ്ഞാൽ അവർക്ക് സൂക്ഷ്മത ആകുമല്ലോ. അങ്ങനെ പല രീതിയിലും ശൈത്താൻ എന്താക്കും, നമ്മളിങ്ങനെ ഓരോന്ന് ചിന്തിപ്പിക്കും. നെഗറ്റീവായിട്ടുള്ള എല്ലാ രീതിയിലും, അതായത് നമ്മൾ പോസിറ്റീവാണ് എന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകൾ ശൈത്താൻ നിരന്തരം കൊണ്ടിടും. നമ്മൾ മരിക്കുന്നത് വരെ നമ്മൾ ആരും അതിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് അല്ല. നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് കൊണ്ടുവിടുക, അതുപോലെ തന്നെ നമ്മളെ മറപ്പിക്കുക, ഇതൊക്കെയാണ് ശൈത്താൻ്റെ ഏറ്റവും വലിയ ട്രിക്സുകൾ. ശൈത്താൻ ട്രിക്ക് ചെയ്യാനേ മാത്രമേ പറ്റുള്ളൂ. ശൈത്താൻ ഒരിക്കലും നമ്മളെ വഴി തെറ്റിപ്പിക്കാൻ പറ്റൂല. തെറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പം നമ്മൾ സ്റ്റേണായിട്ട്, നമ്മൾ സ്ട്രോങ് ആയിട്ട് സിറാത്തുൽ മുസ്തഖീമിൽ നിൽക്കാൻ ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ അടുത്ത് നിരന്തരം ഹിദായത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ നിയ്യത്ത് നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കുക. നമ്മൾ നല്ല നിയ്യത്തോട് കൂടിയിരിക്കും ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. പക്ഷെ പകുതി എത്തുമ്പോൾ നമ്മുടെ നിയ്യത്തൊക്കെ മാറിപ്പോകും. അപ്പം നിയ്യത്ത് നമ്മളെപ്പോഴും പുതുക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ അടുത്ത് പ്രൊട്ടക്ഷൻ ചോദിക്കേണ്ടതുണ്ട്, ഹിദായത്ത് ചോദിക്കേണ്ടതുണ്ട് അല്ലേ? അള്ളാഹുവിൻ്റെ അബിദായിട്ട് നമ്മൾ ജീവിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഉടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അടുത്ത് ഖുർആനിലൂടെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. പിന്നെ വേറൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ് നമ്മളുടെ ഹൃദയത്തിലേക്ക് ശൈത്താൻ കയറിയാൽ നമ്മൾക്ക് ചീത്ത കാര്യങ്ങളൊക്കെ നമുക്ക് നന്മയാക്കി തോന്നിപ്പിക്കുമെന്ന് പറഞ്ഞു. ഇനി മറ്റൊരു സൈഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം അല്ലേ, നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ചീത്ത കാര്യം ചെയ്താൽ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു കുറ്റബോധം ഉണ്ടാകും അല്ലേ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വകർരിഹ് ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. അതായത് അള്ളാഹുവിൻ്റെ ഓർമ്മയുള്ള ഹൃദയങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കുഫ്റും അതുപോലെ തന്നെ ഫുസൂഖ് എന്ന് പറഞ്ഞാൽ കറപ്ഷൻസും, അതുപോലെ ഡിസൊബീഡിയൻസൊക്കെ ഭയങ്കര ഡിസ്ഗസ്റ്റിങ് അല്ലെങ്കിൽ ഭയങ്കര മ്ലേച്ഛമാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തോന്നിപ്പിക്കും. അങ്ങനെയാണ് നമുക്ക് വേണ്ടത് അല്ലേ? നമ്മളുടെ ഹൃദയത്തിൽ ഈ ഡിസൊബീഡിയൻസ്, കറപ്ഷൻ, ഡിസ്ബിലീവ് എല്ലാ ചീത്ത കാര്യങ്ങളും ആലോചിക്കുമ്പോൾ അത് അല്ലെങ്കിൽ നമുക്കൊരു ഇഷ്ടമില്ലാത്തൊരു ഫീലിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അൽഹംദുലില്ലാഹ് നമ്മുടെ ഹൃദയം അള്ളാഹുലേക്ക് അറ്റാച്ച്ഡ് ആണെന്ന്. അതല്ലെങ്കിൽ നമുക്ക് ചീത്ത കാര്യങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് വീണ്ടും റീചെക്ക് ചെയ്യുന്നതാണ് വേണം. അതേപോലെ നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് അനലൈസ് ചെയ്യുക. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് അതിലേക്ക് ക്ലോസ് ആക്കും അല്ലേ? അങ്ങനെ ക്ലോസ് ആക്കാൻ നമുക്ക് അതായത് ക്ലോസ് മീൻസ് പൂട്ടിയിടാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ശൈത്താൻ്റെ ആ ഒരു ടെംപ്ടേഷനിലേക്ക് നമ്മളെ ഇട്ടിട്ടില്ല.
അതല്ലാതെ നമ്മളും ആ ഒരു എന്താണ് മ്യൂസിക്കിൻ്റെ കൂടെ അല്ലെങ്കിൽ എന്തൊരു നിശ്ചിത കാര്യമാണോ അതിൻ്റെ കൂടെ നമ്മൾക്കും ഒക്കെ കൂടാനൊരു ആഗ്രഹം അല്ലെങ്കിൽ അതിൽ നമുക്ക് മുഴുകാൻ ഒരു ഇഷ്ടം വരികയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ശൈത്താൻ മെല്ലെ കയറി കൂടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അങ്ങനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എന്താണ് ഹൃദയത്തിൻ്റെ വഴിയിലൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര മ്ലേച്ഛമായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിനെ ഗൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ശൈത്താനെ കയറ്റിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. പക്ഷേ ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മരിക്കോളം അള്ളാഹുവിൻ്റെ അടുത്ത് ദുആ ചെയ്യണം. എന്ത്? യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി അലാ ദീനിക്. കാരണം എപ്പോൾ വേണമെങ്കിലും അള്ളാഹുവിന് ഈ ഒരു ഖൽബ് മാറ്റിമറിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ശൈത്താനെ കയറ്റാൻ പറ്റും അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഇനി അവസാനമായിട്ട് മിനൽ ജിന്നതി വന്നാസ്, അതായത് ആരാണ് ഈ USVS ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണ് മനുഷ്യഹൃദയങ്ങളിൽ ഈ ഒരു ദുർബോധം നടത്തുന്നവർ? അവർ ജിന്നുകളിലും മനുഷ്യരിലും പെട്ടവർ. സുബ്ഹാനല്ലാഹ്. മിനൽ ജിന്നതി വന്നാസ്, ജിന്ന് നമുക്കറിയാം ഷെയ്ത്താനും ഷെയ്ത്താൻ്റെ കൂട്ടാളികളും അല്ലേ? അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ജിന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ജിന്നാണ് അതിൻ്റെ ഉറവിടം. അതുകൊണ്ട് ഇവരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ആദ്യമായിട്ട് ജിന്നിനെ കുറിച്ച് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ വന്നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ, നമുക്കറിയാം. അപ്പോൾ മനുഷ്യരിൽ ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ചീത്ത ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ ദുർബോധനം ഇട്ട് തരുന്നുണ്ട് അല്ലേ? ഇപ്പം എന്താണ് ചിലപ്പോൾ ഹോസ്റ്റലൊക്കെ നിന്നിട്ടുള്ള ആളുകളാണെന്നെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മളുടെ കൂട്ടുകെട്ട് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ. ഇപ്പോൾ നല്ല ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അല്ല ചീത്ത ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ നല്ല ആയിട്ടുള്ള ആളുകളെ കൂടെ ചീത്തയാക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഫ്രണ്ട്സിനെയാണ്. വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളുടെ കൂട്ടുകാർ. അത് കുടുംബക്കാരായിക്കോട്ടെ, കസിൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓൺ ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ ചൂസ് ചെയ്യുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അള്ളാഹുവിന് ഇഷ്ടമുള്ള രീതിയിലാണ് ആ ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് എന്ന് നമ്മൾ നന്നായിട്ട് നോക്കുക. പിന്നെ ജിന്ന് എന്ന് പറഞ്ഞാലുള്ള വാക്കിൻ്റെ അർത്ഥം ജീം നൂൻ നൂൻ എന്നാണ്. നമുക്കറിയാം ജിന്ന് എന്നുള്ള വാക്ക് എന്താണ്, അതേപോലെയാണ് ജന്ന. അപ്പോൾ ഈ ഒരു വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മറക്കപ്പെട്ടത്. ജീം നൂൻ നൂൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മറക്കപ്പെട്ടത്. നമുക്ക് ജിന്നുകളെ കാണാൻ പറ്റില്ല അല്ലേ? അതേപോലെ സ്വർഗം അല്ലെങ്കിൽ സ്വർഗം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണിൽ നിന്ന് മറക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഈ ജന്നക്ക് മറ്റൊരർത്ഥം എന്ന് പറഞ്ഞാൽ ഗാർഡൻ എന്ന് വരുന്നുണ്ട്, പൂന്തോട്ടം. അതായത് പൂന്തോട്ടത്തിൻ്റെ മണ്ണിനെ അതിൻ്റെ മുകളിലുള്ള ചെടികളും പുല്ലുകളും കാരണം അതിനെ മറച്ചിട്ടുണ്ട്. അതാണ് വേറൊരർത്ഥം വരുന്നത്. എന്താണ് ഈ ഒരു ജീം നൂൻ എന്ന് വരുന്നത്. പിന്നെ നമ്മൾ മജ്നൂൻ കേട്ടിട്ടുണ്ട് അല്ലേ? ഭ്രാന്തനായിട്ടുള്ള ആൾ. അയാളുടെ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ അഖൽ, അയാളുടെ ബുദ്ധി മറച്ചിട്ടുണ്ട്. അയാൾക്ക് ബുദ്ധി ഇല്ലാതെയാണ് അയാൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതാണ് മറ്റൊരർത്ഥം. അതുപോലെ തന്നെ പാമ്പിനും ആ ഒരർത്ഥം വരുന്നുണ്ട്. വേർഡ് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല. ഈ ഒരു എന്താണ് ജിനാൻ എന്നാണ് തോന്നുന്നുണ്ട് പാമ്പിനും പറയാം. അപ്പം പാമ്പിനും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പാമ്പിന് മറക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു എന്തോ ഒരു അർത്ഥമുണ്ട്. അതെനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് ഇത്രയാണ് മിനൽ ജിന്നത്തി വന്നാസ് എന്നുള്ള വാക്കിൽ. നാസ് നമ്മൾ ഒരുപാട് പ്രാവശ്യം മനസ്സിലാക്കി അല്ലേ? നാസ് എന്നുള്ള 2 രീതിയിലുള്ള അർത്ഥം വരുന്നുണ്ട്. നൗസ് എന്ന് പറയുന്നുണ്ട്, നസിയ എന്ന് പറയുന്നുണ്ട്. നസിയ എന്ന് പറയുമ്പോൾ മറക്കുന്ന ആളുകൾ എന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റതിൽ നമ്മൾ പറഞ്ഞു എന്താണ് നാസ് എന്ന് പറയുമ്പോൾ എന്താണ് സോഷ്യൽ ആകാൻ അല്ലെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആകാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് ഈ ഒരു വാക്കാണ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നാസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലിനെസ് ആണ് ഒന്നെന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മൾ സ്കിന്ന് വെളിപ്പെടുന്നത് എന്നുള്ള അർത്ഥം. ജിന്നിൻ്റെ ഓപ്പോസിറ്റ് ജിന്ന് എന്ന് പറഞ്ഞാൽ മറക്കപ്പെട്ടത് എന്നുള്ളതാണെങ്കിൽ നാസ് എന്ന് പറഞ്ഞാൽ എന്താണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ലവ് അഫെക്ഷനൊക്കെ ആഗ്രഹിക്കുന്നവർ, കൂട്ടത്തിലാകാൻ ഇഷ്ടമുള്ളവർ എന്നൊക്കെ അർത്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ ഇതാണ് സൂറ അന്നാസിൻ്റെ തഫ്സീറായിട്ടുള്ളത്. എന്നാലും ഒരുപാട് കാര്യങ്ങൾ സുബ്ഹാനല്ലാഹ് നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം ഒരുപാട് ലെസൺസ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു സൂറയിൽ നമുക്ക് എടുക്കാനുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകട്ടെ, ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കാനും അത് പകർത്താനും ഈ സൂറ അത്രയ്ക്കും യഖീനോട് കൂടി പാരായണം ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമുക്കറിയാം ഈ സൂറ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയ്ക്കും
ഇമ്പോർട്ടൻസോട് കൂടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സൂറയാണ്. നിങ്ങൾ ഈ സൂറകൾ പാരായണം ചെയ്യണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയ്ക്കും അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സൂറ അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സമയങ്ങളിലും നമുക്ക് പാരായണം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മൾ ദിവസത്തിൽ 3 പ്രാവശ്യമെങ്കിലും മിനിമം നമ്മൾ പാരായണം ചെയ്യണം. മാക്സിമം ഇഷ്ടംപോലെ നമുക്ക് പാരായണം ചെയ്യാം. മിനിമം നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 തവണയെങ്കിലും ഈ സൂറത്ത് മനസ്സിലാക്കിയിട്ട് ഹൃദയ സാന്നിധ്യത്തോടു കൂടി നമ്മൾ പാരായണം ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ ഈ ഒരു സൂറയിൽ അള്ളാഹുവിൻ്റെ 3 നാമങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത്. അത്രയ്ക്കും പവർഫുള്ളാണ് ഈ സൂറ. അപ്പം നമ്മൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദുആ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന മറ്റൊരു ലെസൺ. കാരണം നമ്മൾക്ക് ഏതാണോ ഭയങ്കരമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്, അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുന്നത്, ആ ഒരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് മാക്സിമം ഒരുപാട് നാമങ്ങൾ അള്ളാഹു ഏതൊക്കെ നാമങ്ങളാണ് നമുക്ക് ഓർമ്മ വരുന്നത് അതൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ചോദിക്കുക. കാരണം അള്ളാഹു അൽ ഫത്താഹാണ്. അള്ളാഹു നമുക്ക് ഏത് ഇമ്പോസിബിൾ ഡോറും ഓപ്പൺ ചെയ്തരും. അള്ളാഹു റസാഖാണ്. നമുക്ക് എന്ത് റിസ്ക്കും അള്ളാഹു നൽകാൻ ഒരു പ്രയാസവും ഇല്ല. അപ്പോൾ നമുക്ക് ഏതൊരു സാഹചര്യത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. കാരണം ഇവിടെ നമുക്ക് അത്രയ്ക്കും നമ്മളുടെ പ്രത്യക്ഷ ശത്രുവാണ് ശൈത്താൻ എന്ന് നമുക്ക് അറിഞ്ഞാൽ പോലും ശൈത്താൻ നമ്മൾ എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾ അറിയാത്തതുകൊണ്ട് നമ്മൾ അതിനുതകുന്ന രീതിയിൽ റബ്ബിന്നാസും മലിക്കിന്നാസും ഇലാഹിന്നാസും പറഞ്ഞു അള്ളാഹുവിൻ്റെ 3 സ്ട്രോങ് നെയിംസുകൾ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ നമ്മൾ അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ടത് ബി അവേ ഫ്രം യൂസേഴ്സ് കൺവേഴ്സേഷൻ. നമുക്കറിയാം നമുക്ക് മനസ്സിൻ്റെ ഉള്ളിലേക്ക് ടെംപ്റ്റേഷൻസ് കൊണ്ടുവരിക അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഒരു എന്താണ് എക്ക എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ കൊണ്ടുവരിക എപ്പോഴാണ് നമ്മൾ വെറുതെ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ്. ആ സംസാരത്തിലൂടെ ചിലപ്പോൾ പല കാര്യങ്ങളും ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്ക് കയറും. അപ്പോൾ നമ്മൾ മാക്സിമം അങ്ങനത്തെ എന്താ പറയുക ആവശ്യമില്ലാത്ത സംസാരങ്ങളിൽ നിന്ന് നമ്മൾ മാക്സിമം വിട്ടു നിൽക്കുക. കാരണം അത് നമുക്കൊരു യൂസ് ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ നല്ലത് പറയാം അല്ലെങ്കിൽ എന്താണ് മിണ്ടാണ്ടിരിക്കുക. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് വഖൂലു ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് നല്ലത് മാത്രം സംസാരിക്കും. നല്ലത് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് നല്ലത് ചെയ്തതൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ സംസാരങ്ങൾ മാറ്റിയെടുക്കുക. അതായത് നമുക്ക് ആ ഒരു സംസാരത്തിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നുണ്ട്, ബെനഫിഷ്യൽ ആണ് എങ്കിൽ നമ്മൾ ആ ഒരു സംസാരം കേൾക്കുക. അതല്ല നമുക്ക് അത് പ്രയോജനം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളോട് മാറിപ്പോവാം. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ബെനഫിഷ്യൽ ആണ് എങ്കിൽ നമ്മൾ പറയാം, അതല്ലെങ്കിൽ നമ്മൾ മിണ്ടാണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ എന്ത് നമുക്കറിയാം നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ ശൈത്താൻ്റെ ഒരു വസ്വസ വരും അല്ലേ. അങ്ങനത്തെ വസ്വസകളൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യുക. ഇനി നമ്മൾ ചിലപ്പോൾ വുദുവൊക്കെ എടുത്താൽ നമുക്ക് പ്രത്യേകിച്ചും ചില ആളുകൾക്കൊക്കെ ഉണ്ടാകുന്നതാണ് വുദു ശരിയായില്ലേ, അവിടെ നനഞ്ഞില്ലേ, ഇവിടെ നനഞ്ഞില്ലേ, അല്ലെങ്കിൽ വുദു പോയോ, അങ്ങനെ ആവശ്യമില്ലാത്ത ശരിക്കും നമുക്ക് 100% ഉറപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ വുദുവൊക്കെ എടുക്കണം. അതല്ല നമുക്കൊരു 50-50 ചാൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അതിൽ നിൽക്കരുത്. അതും ശൈത്താൻ ഒരു ട്രിക്കാണ്, നമ്മളിങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കുക അല്ലേ. ഈ ഓസീരിയലുള്ള ആളുകൾക്കൊക്കെ ഉള്ള പ്രശ്നം അതാണ്. അവർ ചെയ്ത് തന്നെ വീണ്ടും 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 ചെയ്യും. അതെന്താണ് അവർക്ക് ശൈത്താനൊരു വസ്വസ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അവർ എന്താണ് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്നും അവരുടെ ഫോക്കസ് തിരിച്ചിട്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഫോക്കസ് കൊടുക്കുകയാണ് ശൈത്താൻ ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മളെല്ലാവരെയും അങ്ങനത്തെ ഒരവസ്ഥയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യട്ടെ. കാരണം ചില ആളുകളൊക്കെ ഒരു ഇതിൽ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് 40 തവണ വുദു എടുക്കും വുദു ശരിയാവാഞ്ഞിട്ട് എന്നൊക്കെ. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ കുളിച്ചിട്ട് വീണ്ടും കുളിക്കും, അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടിയാണല്ലേ. നമുക്കറിയില്ല എപ്പോഴാണ് നമുക്കൊക്കെ അങ്ങനത്തെ സിറ്റുവേഷൻ വരിക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. പിന്നെ നമ്മൾ മനസ്സിലാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡിലേ ആക്കും ശൈത്താന്. മറ്റൊരു കാര്യം എന്താണ്, ശൈത്താന് വന്ന് മറഞ്ഞു പോകും. അത് മാത്രമല്ല നമ്മൾ ഡിലേ ആക്കും. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ പിന്നെ ചെയ്യാം എന്ന് പറയും. അവസാനം നമ്മൾ ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോൾ നമ്മുടെ കയ്യിലും ഒന്നുമില്ലാത്ത അവസ്ഥയാകും. അപ്പോൾ നമ്മൾ നിരന്തരം ഈ ഒരു സൂറ അത്രയും അർത്ഥം മനസ്സിലാക്കിയിട്ട് തന്നെ ദുആ ചെയ്യാം. കാരണം അള്ളാഹുവിന് മാത്രമാണ് ഈ ഒരു പ്രത്യക്ഷ ശത്രുവിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാഹുവിൻ്റെ അടുത്ത് മാത്രമാണ് അതിനുള്ള കഴിവുള്ളൂ അല്ലേ. പിന്നെ നമ്മൾ തുടക്കത്തിൽ റബ്ബിന്നാസ് മലിക്കിന്നാസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ചെറിയ കാര്യമായിക്കോട്ടെ എന്ത് വലിയ കാര്യമായിക്കോട്ടെ നമ്മൾ ഒരു ഷൂവിൻ്റെ ലേസ് കെട്ടുമ്പോൾ പോലും നമ്മൾ അള്ളാഹുവിനോട് യാ അള്ളാഹ് എനിക്ക് എളുപ്പാക്കി നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം.
കാരണം നമ്മളുടെ കൈ മൂവ്മെൻറ്റ്സ് അള്ളാഹു ആണ് ആക്കുന്നത്. എനിക്കിത് ഇപ്പോൾ പേഴ്സണലി പറയാൻ കൂടെ പറ്റുന്നതെന്ന് വെച്ചാൽ എനിക്ക് കഴിഞ്ഞ ചെറിയൊരു ഒരു വിരലിനൊരു പ്രയാസമുണ്ട്. അപ്പോൾ അത് മൂവ് ചെയ്യാൻ കുറച്ച് ഒരു ചെറിയൊരു വേദന വരുമ്പോൾ ഞാൻ ആലോചിച്ചു സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അള്ളാഹു ഇത്രയും ദിവസം എനിക്ക് ഒരു പ്രയാസമില്ലാതെ വിരലുകളൊക്കെ മൂവ് ചെയ്യാനുള്ളൊരു തൗഫീക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പം എനിക്കത് മൂവ് ചെയ്യുമ്പോൾ ചെറിയൊരു പ്രയാസമുണ്ട്, നല്ല അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മൾ എന്തിനാണ് എല്ലാത്തിനും അള്ളാഹുവിൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുന്നതിനുള്ള ഒരു ഉത്തരമാണത്. കാരണം നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഈസി അല്ലേ, ഈസി ടാസ്ക് ഒക്കെ ഇപ്പോൾ ഇതിന് അള്ളാഹുണ്ട് ചോദിക്കുന്നത്, ടഫായിട്ടുള്ള ടാസ്ക് അല്ലാണ്ട് ചോദിച്ചാൽ പോരെ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മളുടെ കൈ മൂവ് ചെയ്യാനുള്ള അനുമതി നൽകുന്നതും നമ്മളുടെ റബ്ബാണ്. എന്ത് കാര്യത്തിലുള്ള അനുമതിയും നമുക്ക് നൽകുന്നത് നമ്മുടെ റബ്ബാണ് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ അതുപോലെ തന്നെ അള്ളാഹുവിനെ എങ്ങനെ അറിയാം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളുടെ ഉള്ളിലും പുറത്തുള്ള അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ നിഅമത്തുകളും നമ്മൾ ഓർക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാകും ഒരു റബ്ബ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ റബ്ബിനെ നമ്മൾ എന്ത് ചെയ്യണം? റബ്ബ് പറഞ്ഞിട്ടുള്ള ആ ഒരു പരിമിതികളിൽ നമ്മൾ നിന്നുകൊണ്ട് റബ്ബിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാക്കും ഇതൊക്കെ തന്നിട്ടുള്ളവന്, ഇത്രയൊക്കെ കൺട്രോൾ ചെയ്യുന്നവന് എൻ്റെ ഇലാഹല്ലാതെ മറ്റാരുമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ഉലൂഹിയത്ത് അല്ലെങ്കിൽ ആ ഒരു ഉലൂഹിയ നമ്മൾ അടിയുറച്ച് മനസ്സിലാക്കിയിട്ട് ആ തൗഹീദിൽ നമ്മൾ മരണം വരെ നിലനിൽക്കണം. അതുകൊണ്ട് എപ്പോഴും ദുആ ചെയ്യാനുള്ള മറ്റൊരു ദുആണ് അല്ലാഹുമ്മ സബ്ബിത്നാ ഇൻദൽ മൗതി ബിലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞിട്ടുള്ള പോലെയൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. പിന്നെ അവസാനമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാകരുത്. അള്ളാഹുവിൻ്റെ അടുത്ത് എപ്പോഴും ദുആ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് അല്ലാഹുമ്മ അഇന്നാ അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദത്തിക്. കാരണം ശൈത്താൻ വന്നു പോകും, അതുപോലെ തന്നെ നമ്മളെ മറപ്പിക്കും, അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഓർമ്മ ഇല്ലാണ്ടാക്കും. അപ്പം നമുക്ക് ശൈത്താൻ അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യാനുള്ള ആകെയുള്ള ആയുധം എന്താണ്? നമുക്ക് അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ്. കാരണം ഫോർഗറ്റ്ഫുൾ ആകുമ്പോൾ ശൈത്താൻ കയറും, അള്ളാഹുവിനെ റിമെമ്പർ ചെയ്യുമ്പോൾ ശൈത്താൻ പോകും. അപ്പം നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും. അല്ലാഹുമ്മ ജഅൽനി മിനൽ ദാകിരീൻ എന്ന് പ്രാർത്ഥിക്കും. അള്ളാഹു ഞങ്ങൾ നിന്നെ ഓർമ്മപ്പെടുത്തുന്ന ആളുകളുടെ കൂട്ടത്തിലാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചെവിയിലൂടെ നമ്മൾ എന്താണ് കേൾക്കുന്നത്, നെഗറ്റീവാണോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ? ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശം കൊണ്ടുവരും, നെഗറ്റീവാണെങ്കിൽ ഹൃദയത്തിൽ അന്ധത അല്ലെങ്കിൽ ഡാർക്ക്നെസ് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ സ്വന്തം ചോദിക്കാം, എന്ത് കൈൻഡ്സ് ഓഫ് വേർഡ്സാണ് ഞാൻ ലിസൺ ചെയ്യുന്നത്, ഇങ്ങനത്തെ വേർഡ്സാണ് എൻ്റെ ചുറ്റും ഞാൻ കേൾക്കുന്നത്, എന്താണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കേൾക്കാൻ കൊടുക്കുന്നത് എന്നൊക്കെ നമ്മളോട് തന്നെ ചോദിക്കാം. സുബ്ഹാനല്ലാഹ്. ഒരുപാട് കാര്യങ്ങൾ ഇനി ഒരുപാട് നമുക്ക് പോയിന്റ്സുകൾ എടുക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫിറോവൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഫിറോവനെ ശൈത്താൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആകാനുള്ള കാരണം എന്താണ്? ഹൃദയം അങ്ങനെയും തുറന്നിട്ട് കൊണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഫിറോവൻ്റെ സ്വഭാവം, അറഗൻസും അതുപോലെ തന്നെ ഞാനാണ് വലിയവൻ, ഞാനാണ് റബ്ബ് എന്നുള്ള ആ ഒരു ചിന്തയൊക്കെ നമ്മളെടുത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ആഗ്രഹങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ ചെറുതും വലുതൊക്കെ ആവട്ടെ, നമുക്കറിയാം, നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വരുന്നൊരു കാര്യമാണ് നമ്മൾ വയറ് നിറഞ്ഞാലും കുറച്ചും കൂടെ ആ ഒരു ഇഷ്ടം കൊണ്ട് കഴിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അത് കേടാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കാഭാഗം വെള്ളം, കാഭാഗം അതുപോലെ തന്നെ ഭക്ഷണം, പിന്നെ കാഭാഗം വായുവിന് വേണ്ടിയിട്ട് ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മൂന്നിലൊന്ന് ഭാഗം അങ്ങനെ മാറ്റി വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ വയറ് നിറച്ച് തിന്നുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന് ഇഷ്ടമല്ലാതെ നമ്മളുടെ ഡിസയേഴ്സിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ അവിടെ ഒബേ ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ അബുദായിക്കൊണ്ട് അല്ലെങ്കിൽ റബ്ബിൻ്റെ അബുദായിക്കൊണ്ട് അവിടെ നീളം ഈ സൂറ ഫാത്തിഹ മുതൽ നാസ് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അടുത്ത് അതാണ് ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ ഒരു അബുദാക എന്നുള്ളതാണ്. അതായത് എപ്പോഴും രാവിലെ മുതൽ രാത്രി വരെ, അതായത് മരിക്കുന്നോളം അള്ളാഹുവിൻ്റെ ഒരു അബുദായിട്ട് ജീവിക്കണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നീളം ഈ സൂറത്തുകളിലൂടെ നമ്മളോട് പറയുന്നത്. പക്ഷെ നമ്മൾ പല സമയത്തായിട്ട് നമ്മളുടെ തന്നെ ഇലാഹായിട്ട് മാറുന്നുണ്ട്. നമ്മളുടെ ആഗ്രഹങ്ങളുടെ ഒരു അതിൻ്റെ
അത് നമ്മൾ ദൈവമാക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾക്ക് വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഡൗട്ട്സുകളൊക്കെ ശൈത്താൻ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതിലൊന്നും നമ്മൾ വീണു പോകരുത്. സുന്നത്തിന് നമ്മൾ അത്ര തന്നെ പ്രാധാന്യം കൊടുക്കണം. നമ്മൾ ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുന്ന ആളുകളാകണം. ഇതൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു നമ്മളോട് വീണ്ടും വീണ്ടും ഈ സൂറത്തിലൂടെ ഒക്കെ നമ്മളോട് പറയുന്നത്. അതുപോലെ ഏറ്റവും അവസാനമായിട്ട് അള്ളാഹുവിൻ്റെ അബുദുകൾക്ക് എന്താണ് ഷെയ്ത്താൻക്ക് ഒരധികാരം കിട്ടൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇനി അബാദി ലൈസലക അലൈഹിം സുൽത്താൻ, അതായത് നിനക്ക് എൻ്റെ അടിമകളുടെ മേലിൽ യാതൊരു അതോറിറ്റി നിനക്ക് ലഭിക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുക ആത്മാഭിമാനത്തോടു കൂടി പറയുന്നുണ്ട്. നമ്മൾ അങ്ങനത്തെ ആളുകളുടെ കൂട്ടത്തിലാകണം. അള്ളാഹു നമ്മിൽ അഭിമാനിക്കുന്ന കൂട്ടത്തിൽ നമ്മളാകാൻ ശ്രമിക്കണം. അല്ലാഹു നമ്മളുടെ പേരെടുത്തിട്ട് അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളോട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുകയും ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്തിലുള്ളവരോട് പറയുകയും അങ്ങനെ ഭൂമിയിലുള്ളവരൊക്കെ നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും ആ ഒരു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ ഇവിടെ നിർത്താണ്. അൽഹംദുലില്ലാഹ്. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون. يا مقلب القلوب ثبت قلبي على دينك. اللهم ثبتنا عند الموت بلا إله إلا الله. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة نعيم. الحمد لله. الحمد لله رب العالمين. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. جزاكن الله خيرا. بارك الله فيكم. السلام عليكم ورحمة الله وبركاته.